ബാർണബസിന്റെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് എടുക്കുന്ന ഷാജൻ പാറക്കളവിൽ പാസ്റ്റർ ദൈവത്തിന്റെ കരങ്ങളിലെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പാസ്റ്ററുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ആസ്വദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്നത്തെ ക്ലാസ് ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കുവാൻ ദൈവത്തിന്റെ കൃപയുണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, പാസ്റ്റർ പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ ഞങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാകുവാനുള്ള കൃപ ദൈവം അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാസ്റ്ററെ ശക്തീകരിക്കണേ, സഹായിക്കണേ, നീതിயின் വരങ്ങളത്താൽ താങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പാസ്റ്ററെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീതിயின் വരങ്ങളത്താൽ താങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അകപ്പെ കോളേജിനെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ആദ്യം മുതൽ അന്തം വരെ അങ്ങയുടെ കൃപ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നല്ല പിതാവേ, പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് കഴിഞ്ഞ ദിവസം ഓർഡിനേഷൻ സർവീസുമായി ബന്ധപ്പെട്ട് കർത്താവദാസനും കുടുംബവും ലാലു പാസ്റ്ററും കുടുംബവും സ്റ്റേറ്റ്സിൽ നിന്നും ആയിരുന്നല്ലോ. അവർ മടക്കയാത്രയിലാണ്, ഇപ്പം ഫ്ലൈറ്റിലാണ്. അതുകൊണ്ട് പകൽ മെസ്സേജ് ഇട്ടിരുന്നു ക്ലാസ് ആരംഭിക്കുവാനും അവസാനിപ്പിക്കുവാനുള്ള ക്രമീകരണം ഉണ്ടാക്കണമെന്ന്. അതുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ഒരു പ്രാവശ്യം കൂടി വന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? ഇനി നമുക്ക് മൈക്കുകളൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഞാൻ അങ്ങനെ നിങ്ങളെ വായിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ശല്യപ്പെടുത്താറില്ല എന്നുള്ളതല്ല, നിങ്ങളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത് അത് ഭയങ്കര ഒരു ബഹളം ആകും എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളത് കൊണ്ടാണ്. നിങ്ങളെല്ലാം ഞാൻ അംഗീകരിക്കുന്നു, നിങ്ങളുടെ എല്ലാവരുടെയും കഴിവിനെ അംഗീകരിക്കുന്നു, നിങ്ങളുടെ എല്ലാവരുടെയും ഉത്സാഹത്തെ ഞാൻ മാനിക്കുന്നു, നിങ്ങളുടെ സാന്നിധ്യത്തെ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു. ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മള് ദൈവശാസ്ത്ര ചിന്തകൾ, പ്രത്യേകിച്ച് തിയോളജിയിൽ വളരെ വിശാലമായി ഒരു സെമസ്റ്റർ 6 മാസം നമ്മൾ വിശാലമായിട്ട് പല തിയോളജി സെക്ഷനുകൾ പഠിക്കുന്നു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബൈബിളിൽ പ്രത്യേകിച്ച് പൗലൂസിന്റെ ലേഖനങ്ങളിൽ തന്റെ ചിന്തകളിൽ ദൈവത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിരിക്കുന്ന ചിന്തകളാണ് നമ്മൾ ചിന്തിക്കുന്നത്, അല്ലാതെ ഒരു ഡീപ്പ് സ്റ്റഡിയല്ല. എന്നാൽ തന്നെ നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളുടെയും വിശദീകരണങ്ങൾ തന്നെയാണ് മറുഭാഗത്ത് കർത്താവദാസൻ മാത്യു തോമസ് പാസ്റ്റർ പഠിപ്പിക്കുന്നു എന്നൊരു ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് അദ്ദേഹം എടുക്കാത്ത ചില വിഷയങ്ങൾ ഈ ക്ലാസിന്റെ 2-3 സൺഡേ സെമസ്റ്ററോളം വരുമ്പോൾ, ഒരു വർഷത്തോളം അല്ല 6 മാസ ക്ലാസ്സിൽ നമുക്ക് നിങ്ങൾ ഈ ദൈവശാസ്ത്ര ചിന്തകളിലെ പല ഡിവിഷൻസ് നിങ്ങൾ പഠിക്കും. ഇപ്പം ബിബ്ലിയോളജി മുതൽ ഇങ്ങോട്ട് പഠിച്ചു വരുമ്പോൾ പല ശാസ്ത്ര ശാഖകൾ പഠിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വീണ്ടും ഒന്ന് റിപ്പീറ്റ്, ഒരു ആവർത്തന വിരസത ഉണ്ടാകാതിരിക്കാൻ പൗലൂസിന്റെ ലേഖനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വളരെ പ്രസക്തമായി നമ്മൾ അറിയേണ്ട ചില ചിന്തകൾ മാത്രം നമ്മൾ ഇനി തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നതിന് ശേഷം മറ്റൊരു വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതായിരിക്കും. അതിൽ ഒന്ന്, മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ എന്താണ്? ആന്ത്രോപോളജി നിങ്ങൾ പഠിക്കുന്നതായിരിക്കും. അതൊരു ദൈവശാസ്ത്ര ചിന്തയാണ്, മനുഷ്യനെ കുറിച്ചുള്ള ദൈവശാസ്ത്ര ചിന്ത. എങ്കിലും പൗലൂസിന്റെ ലേഖനങ്ങളിൽ എന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. പിന്നെ എന്താണ് പൗലൂസിന്റെ ധാർമ്മിക ചിന്തകൾ, ധർമ്മബോധം എന്താണ്, ധർമ്മശാസ്ത്രം എന്താണ്, അഥവാ എത്തിക്കൽ ടീച്ചിങ് ഓഫ് പോളൈൻ എപ്പിസ്റ്റൽ. ഈ പൗലൂസിന്റെ ദൈവശാസ്ത്രത്തിലെ ധാർമ്മികമായ വിഷയങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് ഒരു ക്രിസ്തുവിശ്വാസിയും സഭയുടെ അംഗമായിരിക്കും നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ധാർമ്മിക ചിന്തകൾ, ഉപദേശങ്ങൾ എന്ന് പറയുന്നത്. അത് നമ്മൾ അടുത്ത ദിവസം പഠിക്കുന്നതായിരിക്കും, ഈ ക്ലാസ്സിൽ ഈ വിഷയത്തിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. മറ്റൊരു വിശദാംശം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിനകത്തെ സാക്രമെന്റ്സ് എന്നെ സംബന്ധിച്ച് എന്താണ് പൗലൂസിന്റെ നമ്മൾ അനുഷ്ഠിക്കുന്ന സാക്രമെന്റ്സ് അഥവാ കർമ്മ ആചാരങ്ങൾ. ഒരുപക്ഷെ ആചാരങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വേറൊരു തലത്തിൽ അങ്ങ് ചിന്തിക്കേണ്ട ആവശ്യമില്ല. തിരുവത്താഴം, സ്നാനം, അതുപോലെ തന്നെ മറ്റ് സാക്രമെന്റ്സ്, നമ്മുടെ കാർമ്മിക ശുശ്രൂഷകളെ സംബന്ധിച്ചുള്ള പൗലൂസിന്റെ വീക്ഷണങ്ങൾ എങ്ങനെയാണ് പൗലൂസ് പറയുന്നത്, ഇത്തരം കാര്യങ്ങളായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കുന്നത്. ഒപ്പം തന്നെ ചില ദൈവശാസ്ത്ര പദങ്ങൾ
ഈ പൗലോസ് ഉപയോഗിച്ച ചില ദൈവശാസ്ത്ര പദങ്ങൾ കൂടി നമ്മൾ ചിന്തിക്കും. അങ്ങനെ ഈ വിഷയം അവസാനിപ്പിക്കാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. തുടർന്ന് നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക്, നിങ്ങൾ ഏറെ അറിയേണ്ട മറ്റൊരു വിഷയത്തിലേക്ക്, വേറൊരു വിഷയം നമ്മൾ പഠിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഏതായാലും ഇന്നത്തെ മറ്റൊരു പുതിയ അധ്യായം നമ്മൾ ആരംഭിക്കുകയാണ്. മനുഷ്യൻ, ആന്ത്രപ്പോളജി, അല്ലെങ്കിൽ മനുഷ്യൻ സംബന്ധിച്ച് എന്താണ് പൗലൂസിന്റെ വീക്ഷണം, അല്ലെങ്കിൽ പൗലൂസിന്റെ ദൈവശാസ്ത്ര ചിന്തകളിൽ മനുഷ്യൻ എന്ന ആ വ്യക്തിവിശേഷത്തെ എങ്ങനെയാണ് താൻ കാണുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം പൗലൂസിന്റെ ലേഖനങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ പ്രാണൻ എന്നും ദേഹി എന്നും ആത്മാവെന്നും ദേഹമെന്നും ഇന്നങ്ങനെ ഒരുപാട് പദങ്ങൾ താൻ ഉപയോഗിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ഞാൻ ഉടൻ പറയാം. പൗലൂസിന്റെ ലേഖനങ്ങൾ നമ്മൾ വളരെ സവീക്ഷണം പരിശോധിക്കുമ്പോൾ, വളരെ സവിസ്തരം നമ്മൾ അതിനെ ചിന്തയ്ക്ക് വിധേയമാക്കുമ്പോൾ, വായനയ്ക്ക് വിധേയപ്പെടുത്തുമ്പോൾ നമ്മൾ കാണാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പദങ്ങളാണ് ദേഹം, ദേഹി, ആത്മാവ്, പ്രാണൻ, അല്ലെങ്കിൽ മനുഷ്യൻ. ഇങ്ങനെ വ്യത്യസ്തമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന പഠിതാവിന്, നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ വായിക്കുന്ന വായനക്കാരന്റെ മനസ്സിലേക്ക് ഇത്തരം പദങ്ങൾ കുടിയേറുകയും സ്വാഭാവികമായി പ്രായേണ ഒരുപാട് സംശയങ്ങൾ, അതാണോ ഇത്, ഇതാണോ അത് എന്നൊക്കെ ചിന്തിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മൾ മനുഷ്യൻ എന്ന വിഷയം നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പ്, ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ പൊതുവിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഇതിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുക. നമുക്കറിയാം, ഈ അരിസ്റ്റോട്ടിൽ പറഞ്ഞൊരു ഒരു ചിന്തയുണ്ട്. യുക്തിബോധമുള്ള മൃഗമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. യുക്തിബോധമുള്ള മൃഗം, അതാണ് വാസ്തവത്തിൽ മനുഷ്യൻ, അല്ലെ? ചിന്തിക്കുന്ന ഇരുകാല മൃഗമെന്നോ യുക്തിബോധമുള്ള മൃഗമെന്നൊക്കെയോ നമുക്ക് മനുഷ്യനെ വിവക്ഷിക്കാം, ചിന്തിക്കാം, വിളിക്കാം, അല്ലെ? ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും നമ്മൾ പറയുന്നതനുസരിച്ച് തിരിച്ചു പറയാനുള്ള കഴിവ് ഒരു പക്ഷെ ആർജിക്കാൻ ജീവജാലങ്ങൾക്ക് കഴിയും. നമ്മൾ സ്നേഹിക്കുന്നതനുസരിച്ച് തിരിച്ച് സ്നേഹിക്കാൻ കഴിയും. പക്ഷേ നമ്മളെ പോലെ ചിന്താശക്തിയുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ സ്വഭാവം, ഒരു സവിശേഷത മറ്റു ജീവജാലങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് വാസ്തവം, അല്ലെ? ചിന്തിക്കാൻ കഴിവുള്ള, അല്ലെങ്കിൽ അവബോധമുള്ള, അറിവുള്ള, കൃത്യമായി പ്രതിപാദിക്കാൻ കഴിവുള്ള, പ്രതികരിക്കാൻ കഴിവുള്ള, കാര്യങ്ങളെ കണ്ടെത്താൻ കഴിവുള്ള, കുശാഗ്രബുദ്ധിയോടുകൂടി തന്നെ വീക്ഷിക്കാൻ കഴിവുള്ള, മുടിനാരിള കീറി ചിന്തിക്കാൻ കഴിവുള്ള, പരിശോധിക്കാൻ കഴിവുള്ള, പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ കഴിവുള്ള, ലോകത്തിലെ വൻകിട കണ്ടുപിടുത്തങ്ങൾക്ക് മുഖാന്തരമായ ഭൗതികമായ വളർച്ചയുള്ള വ്യക്തിവിശേഷം മനുഷ്യൻ മാത്രമായതുകൊണ്ട് ഏറെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാം, ദൈവത്തിന്റെ ഏറ്റവും വലിയ സൃഷ്ടികളിൽ ഒന്നായ മനുഷ്യനായ നമുക്ക് ഒരു മനുഷ്യനായി ഭൂമിയിൽ ജനിക്കുവാൻ ഭാഗ്യമുണ്ടായി എന്നുള്ളത് തന്നെ ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് ദൈവത്തോട് തിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെയൊക്കെ സൃഷ്ടി നോക്കിയേ, നമ്മുടെയൊക്കെ ഷേപ്പ് നോക്കിയേ. നിങ്ങൾ ചിന്തിച്ചേ, ഈ മൂക്ക് തിരിച്ച് മുകളിലോട്ടായിരുന്നു എന്ന് ആലോചിച്ച് നോക്കി, എന്നാ വൃത്തികേടായിരുന്നു, അല്ലേ? പെയ്യുന്ന മല, നനയുന്ന മല മുഴുവൻ നമ്മൾ കൊണ്ടിട്ട് എന്ത് ചെയ്യും? എന്നും ജലദോഷം പനിയും. ആലോചിച്ച് നോക്കി. ഈ ചെവി കേൾക്കാൻ മാത്രമല്ല, കൃത്യമായിട്ട് നമ്മുടെ കണ്ണട ഫിറ്റ് ചെയ്യാൻ കൂടിയാണ് ഈ ചെവി തന്നിരിക്കുന്നത്, അല്ലേ? ചോദിക്കുക, എത്രയോ സുന്ദരമായിട്ട്, എത്രയോ മനോഹരമായിട്ടാണ്, എത്രയോ കമനീയമായിട്ടാണ് നമ്മളെയൊക്കെ സൃഷ്ടിച്ച ദൈവം ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. നമ്മളൊക്കെ അതിന് കൂടുതൽ മാറ്റി വരുത്താൻ, എന്തെല്ലാം മോഡിഫിക്കേഷൻ വരുത്താമോ അതൊക്കെ വരുത്തിയാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? എന്നെ നോക്കി, എത്ര മിടുക്കനല്ലേ? മിടുക്കനല്ലേ? അല്ലേ? നടുക്കൂടെ ചെറിയൊരു വരയൊക്കെ ഇട്ട് ഒരു 10-30 വർഷമായി ഞാനിങ്ങനെ വെച്ചോ നടക്കാൻ തുടങ്ങിയിട്ട്. ചുമ്മാ ഒരു രസത്തിന് വെച്ച് നോക്കിയാൽ ഒരു വലിയ കാര്യമൊന്നുമില്ല. നാളെ വേണമെങ്കിൽ മാറ്റാം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ദൈവം പറഞ്ഞാൽ മാറ്റും. ഇവന് ചോദിച്ചാൽ ആരുമായിട്ടാണ് വെച്ചത്? ഞാൻ പറഞ്ഞ ആരുമായിട്ടല്ല, എനിക്ക് തന്നെ തോന്നി, അങ്ങനെ വെച്ചു. ഇത് നിങ്ങളുടെ ആത്മീയത്തെ തടസ്സമാണോ? ഇന്ന് വരെ ഒരു തടസ്സം ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ഇന്ന് വരെയും പിന്മാറ്റത്തിൽ പോയില്ല എന്നുള്ളതാണ്. പോയതൊന്നും എനിക്കറിയില്ല, പോയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഒരു തടസ്സമല്ല. എനിക്ക് ചുമ്മാ പ്രത്യേകിച്ച് ഞാനൊരു മീഡിയ പേഴ്സൺ ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ വർഷമായി. ചെറുപ്പം മുതൽ എഴുതുമായിരുന്നു. പിന്നീട് വിഷ്വൽ മീഡിയയിൽ ഒരു ടെലിവിഷൻ ചാനലിന്റെ ഒരു പ്രോഗ്രാം ഡയറക്ടർ ആയിട്ട്, എൻ്റെ ചാനലിന്റെ ഹെഡായിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ മ്യൂസിക് ഫീൽഡിൽ പോകും. ഈ ഒരു കലയുമായി ബന്ധപ്പെട്ട്, സാഹിത്യവുമായി ബന്ധപ്പെട്ട്, എഴുത്തുമായി ബന്ധപ്പെട്ടൊക്കെ ആയതുകൊണ്ട് ഈ കൂടെ നിൽക്കുന്ന ചെറുപ്പക്കാരി പിള്ളേരാണ്. ഇങ്ങനെയല്ല കേട്ടോ, ഒരുപാട് പ്രായമുള്ള വ്യക്തി ഞാൻ, ഒരുപാട് പ്രായം.
കുറെ വർഷം കഴിയുമ്പോൾ ഷഷ്ടിപൂർത്തി ആഘോഷിക്കേണ്ട അത്രയും പ്രായം എനിക്കുണ്ട്. അപ്പം പിള്ളേരുടെ കൂടെയാണ് നമ്മൾ ഇങ്ങനെ എപ്പോഴും വർക്ക് ചെയ്യുന്നത്. അപ്പം അവരോടെ പിടിച്ചിരിക്കാൻ വേണ്ടിയാണ് ഇത് വെച്ച് തുടങ്ങിയത്. പിന്നെ ഇത് അലങ്കാരമായിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടു നടക്കുക. 10 വേദിക്കുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വിറ്റ് ചെയ്തിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? സ്വത്രം പറഞ്ഞല്ലേ? അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ പഠിപ്പിക്കാനോ പ്രസംഗിക്കാനോ പ്രഭാഷണം നടത്താനോ ഒന്നും ഇതിന് തടസ്സമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എത്രയോ മനോഹരമായിട്ടാണ് നമ്മളെയൊക്കെ ദൈവം സൃഷ്ടിച്ചത്. അതൊന്നുകൂടി കൃത്യമായി നമ്മെ തന്നെ ഒന്ന് കൊത്തുപണി നടത്തി മിനുക്കുപണി നടത്തി സുന്ദരമാക്കിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ചിന്തിക്കാൻ കഴിവുള്ള ഏക വ്യക്തി ഒരുപക്ഷെ ഓർമ്മ ജീവജാലങ്ങൾക്കുണ്ടാവാം, ഓർമ്മയുണ്ടാകും. ആനയ്ക്ക് നല്ല ഓർമ്മശക്തിയാണെന്ന് പറയാറുണ്ട്. അതിനെ ഉപദ്രവിച്ചവരെ വീണ്ടും അത് മനസ്സിൽ വെച്ച് ഉപദ്രവിക്കുന്നൊക്കെ പറയാറുണ്ട് അല്ലേ? ഒട്ടും ബുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ ഓർമ്മയില്ലാത്തവനാണല്ലോ അരണ എന്ന് പറയുന്നത്. അപ്പൊ ഏതായാലും ചിന്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി വിശേഷമാണ് മനുഷ്യൻ. എന്താ ചിന്ത എന്ന് പറഞ്ഞാൽ? ചിന്തിക്കാൻ നമ്മൾ കഴിവുണ്ട്. നമ്മൾ പറയും ഞങ്ങളുടെ അച്ഛനാണ് ഒരു ചിന്തയില്ല. അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ ചിന്ത മുഴുവൻ അല്ലേ? നമ്മളതിനെ ഉപയോഗിക്കുന്ന ഭാഷ ഒരു വിചാരവും ഇല്ലെന്ന് പറയും അല്ലേ? ഒരു വിചാരവും ഇല്ല. എന്താ ചിന്ത എന്ന് പറഞ്ഞാൽ? ചിന്ത. ഈ ഭാഷ എന്തിനാ? ചിന്ത എന്തിനാ? ഭാഷ ഇത്രയും നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ലോകത്തിലെ ഏക ജീവജാലമാണ്. അതായത് ഭാഷ കമ്മ്യൂണിക്കേഷനാണ്, ആശയവിനിമയത്തിന് വേണ്ടിയാണ് ഭാഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി മനസ്സിൽ രൂപപ്പെടുന്ന ആശയങ്ങളെ വളരെ വ്യക്തമായി മറ്റുള്ളവരിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ നന്നായി ഭാഷ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ മാതൃഭാഷയാകട്ടെ, അന്യഭാഷയാകട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ ഭാഷയാകട്ടെ, ഏത് ഭാഷയും കൃത്യമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് ഭാഷാപ്രയോഗം കൃത്യമായി നടത്താൻ കഴിവുള്ള വ്യക്തിയാണ് മനുഷ്യൻ എന്ന് പറയും. ഇനി അങ്ങനെയാണെങ്കിൽ ചിന്ത എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. ഞാനിത് ഈ സമയമൊന്നും നോട്ടിനകത്ത് ഉണ്ടാവില്ല. ഞാനിതിന്റെ ഒരു ഒരുക്കത്തിന് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു വരുന്നതുമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം, പിന്നീട് നമുക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക. ഓർമ്മയിൽ സൂക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ തിരികെ കൊണ്ടുവന്ന് പ്രശ്ന പരിഹാരത്തിനോ, ഒന്നുകൂടി പറയുന്നു, ഓർമ്മയിൽ സൂക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ തിരികെ കൊണ്ടുവന്ന് പ്രശ്ന പരിഹാരത്തിനോ പുതിയ പ്രവർത്തിക്കോ അല്ലാതെ മറ്റുദ്ദേശങ്ങൾക്കോ വേണ്ടി ഉപയോഗിക്കുന്ന മനസ്സിന്റെ നിഗമനങ്ങളോ തീരുമാനങ്ങളോ ആണ് ചിന്ത. ഓക്കെ, ഒന്നും മനസ്സിലായില്ല? ഒന്നുകൂടെ പറയുന്നു, എഴുതിയെടുത്തോളൂ. ഓർമ്മയിൽ സൂക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ തിരികെ കൊണ്ടുവന്ന് പ്രശ്ന പരിഹാരത്തിനോ പുതിയ പ്രവർത്തിക്കോ മറ്റ് ഉദ്ദേശങ്ങൾക്കോ വേണ്ടി ഉപയോഗിക്കുന്ന മനസ്സിന്റെ ചില നിഗമനങ്ങളോ തീരുമാനങ്ങളോ ആണ് ചിന്ത. ഓക്കെ, ഇനി മറ്റൊരു ചിന്ത, മറ്റൊരു നിർവചനം എഴുതിക്കൊള്ളുക. ചിന്ത എന്നത് പുറമേ നിന്നുള്ള പ്രചോദനത്തിന് പെരുമാറ്റത്തിലൂടെ പ്രത്യുത്തരം നൽകാൻ സഹായകമാകുന്ന വിധത്തിൽ മൗനമായ സംസാരമാണ്. ബ്രാക്കറ്റിൽ നമ്മൾ എഴുതിക്കൊള്ളുക. സബ് വോക്കൽ സ്പീച്ച് അഥവാ ഒരു സ്ലാഷ് ഇട്ട് എഴുതുക, ഒരു വരയിട്ട് എഴുതുക, സൈലന്റ് സ്പീച്ച്.
ലളിതമായി നമ്മൾ ഇതിനെ ഒന്നുകൂടി വിശദമായിട്ട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. എഴുതിക്കൊള്ളുക. ചിന്ത എന്നത് പ്രചോദനത്തിനും പ്രത്യുത്തരത്തിനും മറുപടി പ്രത്യുത്തരത്തിനും നമ്മളെ സ്റ്റിമുലേറ്റ് ചെയ്യുക, പ്രചോദിപ്പിക്കുക. പ്രത്യുത്തരം നമ്മോട് ചോദ്യം ചോദിക്കുന്നു, അതിന് മറുപടി പറയുക. അപ്പം പ്രചോദനത്തിനും നമ്മൾ കേൾക്കുന്ന ഒരു വാക്കിന്റെ ഒരു കേൾവിയുടെ അത് വിശദീകരിച്ച് പറയാം. ഓക്കെ, എഴുതിയിട്ട് പ്രചോദനത്തിനും പ്രത്യുത്തരത്തിനും ഇടയിൽ നടക്കുന്ന വിവര വിശകലനമാണ് ചിന്ത. അഥവാ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ്. അപ്പം മനസ്സിലായല്ലോ? ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന ചോദ്യമാകാം, ഉത്തരമാകാം, അറിവാകാം, സന്ദേശമാകാം, ചില സൂചനകളാകാം. നമ്മൾ എന്ത് കേൾക്കുന്നുവോ അതിന് നമ്മുടേതായിരിക്കുന്ന ഒരു പ്രത്യുത്തരം, മറുപടി നമ്മൾ എന്ത് ചെയ്യും? പരസ്യമായി പരോക്ഷമായി പറഞ്ഞില്ലെങ്കിൽ, പ്രത്യക്ഷമായി പറഞ്ഞില്ല എങ്കിൽ പോലും പരോക്ഷമായി നമ്മൾ എന്ത് ചെയ്യും? ഒരു മറുപടി മനസ്സിൽ കുറിച്ചു, അല്ലെ? ഒരു പറയും, ഒന്നെങ്കിൽ പറയും. നമ്മുടെ എല്ലാ മനസ്സിലേക്ക് ആദ്യം ഒരു നെഗറ്റീവ് ആണല്ലോ വരുന്നത്, അല്ലെ? എന്ത് കേട്ടാലും അതിന്റെ നെഗറ്റീവ് സ്വാഭാവികം, അതൊരു സൈക്കോളജിയാണ്. ശ്രദ്ധിക്കുക. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞ് നമുക്ക് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ കേൾക്കുന്ന ഏതൊരു തരംഗങ്ങൾക്കെതിരെ നമ്മുടെ മനസ്സിൽ നമ്മൾ നടത്തുന്ന നിർണയങ്ങളുണ്ട്. ആ നിർണയത്തിനിടയിൽ, അത് പറയുന്നതിന് മുമ്പിൽ അല്ലെങ്കിൽ ചിന്തിച്ച് തീരുമാനിക്കുന്നതിന് ഇടയിൽ നമ്മൾ തന്നെ നടത്തുന്ന ചില വിവര വിശകലനമുണ്ട്. ആ വിശകലനത്തിന്റെ പേരാണ് വാസ്തവത്തിൽ ചിന്ത, സൈലന്റ് സ്പീച്ച് എന്ന് പറയാം. അപ്പൊ മനസ്സിലായോ? വിവരത്തിനും അല്ലെങ്കിൽ പ്രചോദനത്തിനും പ്രത്യുത്തരത്തിനും ഇടയിൽ നമ്മൾ നടത്തുന്ന വിവര വിശകലനം. അതെങ്ങനെയാണ്? എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് സംഭവിച്ചത്? ഇങ്ങനെ ആകാൻ സാധ്യതയുണ്ടോ? ഇങ്ങനെ പാടുണ്ടോ? ഇങ്ങനെ പറയാമോ? ഇതിന്റെ സാധ്യത എന്താണ്? ഇതിന്റെ തീരുമാനം എന്താണ്? ഇത് പറഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണ്? ഇത് പറഞ്ഞില്ലേ എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ്? ഇങ്ങനെ നമ്മൾ നടത്തുന്ന ഒരു അന്വേഷണമുണ്ട്. ഈ അന്വേഷണത്തിന്റെ ഫലമായി നമ്മളിൽ രൂപപ്പെടുന്ന ഒരാശയമുണ്ട്. ആ ആശയമാണ് വാസ്തവത്തിൽ ചിന്ത. ഈ വിവര വിശകലനമാണ് ചിന്ത എന്ന് പറയുന്നത്. ഇത്രയും കഴിവുള്ള, ഇത്രയും പ്രതികരണശേഷിയുള്ള, ഇത്രയും സാധ്യതയുള്ള, ഇത്രയും സാധ്യതയുടെ ഇടമായിരിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ ഇനി ചിന്തിക്കുക. ശ്രദ്ധിക്കുക. മനുഷ്യൻ എന്ന് പറയുന്നത് ചിന്തിക്കുന്ന ഇരുകാലി മൃഗമെന്നോ വിവരങ്ങൾ തേടുന്ന ജീവി എന്നോ ഒക്കെ നമ്മൾ അതിനെ വിശകലനം നടത്തിയാൽ, അഥവാ യുക്തിബോധമുള്ള മൃഗമെന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞ ഈ മനുഷ്യൻ തീർച്ചയായിട്ടും ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഏറ്റവും ആത്യന്തികമായ ഒരു പാരമന്യമായ, അഥവാ പിനാക്കിൾ ഓഫ് ദി ക്രിയേഷൻ, ഈ സൃഷ്ടിയുടെ ഏറ്റവും ഉന്നതമായ, അത്യുഗ്രമെന്ന് നമ്മൾ പറയാവുന്ന തരത്തിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ സംബന്ധിച്ച് എന്താണ് പൗലോസ് വിശദീകരിക്കുന്നത് നമ്മൾ ചിന്തിക്കുകയാണ്. ഇനി ശ്രദ്ധിക്കുക. പൗലോസിന്റെ ഈ ദൈവശാസ്ത്ര വീക്ഷണത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ഭാവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, വിശ്വാസത്തിന് മുമ്പ് അഥവാ ബിഫോർ ദ ഫെയ്ത്ത്, വിശ്വാസത്തിന് മുമ്പ് എന്തായിരുന്നു മനുഷ്യൻ എന്ന് പറയുന്നത്. രണ്ടാമത്, വിശ്വാസത്തിന്റെ കീഴിൽ അണ്ടർ ദ ഫെയ്ത്ത്. ശ്രദ്ധിക്കുക. പൗലോസ് മുൻപോട്ട് വെക്കുന്ന ഈ അധ്യായങ്ങളിലൂടെ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഈ ചിന്തകളുടെ മനുഷ്യന്റെ രണ്ട് ഒരു പെർസ്പെക്റ്റീവ് അഥവാ പരിപ്രേക്ഷ്യം എന്നാണ് അതിന്റെ ഒറിജിനൽ മലയാളം കേട്ടോ. ഈ എന്താ പറയുക, പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചിന്ത, അതിന്റെ ശരിക്കുമുള്ള വാക്കതാണ്. ഏതായാലും ഈ എന്താണ് പൗലോസ് മനുഷ്യനെ സംബന്ധിച്ച് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ? ഒന്ന്, അവന്റെ വിശ്വാസത്തിന് മുമ്പ്. എന്ത് വിശ്വാസം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ സന്ധിക്കുന്നതിന് മുമ്പ്, അഥവാ തന്റെ ഉള്ളിൽ വിശ്വാസം എന്ന് പറയുന്ന കാണാത്ത ഇതുവരും നമ്മുടെ സെലസ്റ്റലായി ഈ കണ്ണുകൾ കൊണ്ട്, നമ്മുടെ ഭൗതികമായ ഈ കണ്ണുകൾ കൊണ്ട് കണ്ട് തൃപ്തി അടയാൻ കഴിയാതെ, അഥവാ വൈകാരികമായ
നമ്മുടെ വൈകാരിക തലങ്ങൾ കൊണ്ട് ബോധ്യപ്പെടുത്തുവാൻ കഴിയാതെ, ഇന്ദ്രിയങ്ങൾ കൊണ്ട് തീർച്ചയായിട്ടും അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാതിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇതൊന്നും അത്തരത്തിൽ ഈ വിഷയങ്ങളൊന്നും, അല്ലെങ്കിൽ ഇത്തരം ചിന്തകളൊന്നും ഈ പറയപ്പെടുന്ന നമുക്ക് ബോധ്യമാകുന്ന തലങ്ങളുണ്ട്. ഒരു വസ്തുത, ഒരു കൃത്യം, ഒരു സാധ്യത, ഒരു സത്യം ഒരാള് ഗ്രഹിക്കണമെങ്കിലും, ഒരാള് അന്വേഷിക്കണമെങ്കിലും, ഒരാള് അംഗീകരിക്കണമെങ്കിലും അതിന് ചില തലങ്ങളുണ്ട്, അല്ലെ? ഒരു സത്യം നമ്മൾ അംഗീകരിക്കണമെങ്കിൽ, അറിയണമെങ്കിൽ, കേൾക്കണമെങ്കിൽ അതിന് പ്രത്യേക ഒരു തലമുണ്ട്. ഇല്ല, നിങ്ങൾ പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. നമ്മൾ ചുമ്മാ ആരും കയറി വിശ്വസിക്കുകയല്ല. ഇല്ല, വിശ്വസിക്കുമോ? ഇല്ല. നാളെ മുതൽ സൂര്യൻ കിഴക്ക് ഉദിക്കുന്നില്ല, പടിഞ്ഞാറാണ് സൂര്യൻ ഉദിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞ വിശ്വസിക്കുന്നു നിങ്ങൾ? ഇല്ല. നിങ്ങളോട് തന്നെ പറയുക, നീ വിശ്വസിക്കോട്ടോ, നാളെ മുതൽ സൂര്യൻ എന്ത് ചെയ്യാ? നാളെ സൂര്യൻ പണിമുടക്കുക, രാത്രിയിൽ ഉദിക്കുന്നുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ അതിനെന്തെല്ലാം കാരണം കണ്ടെത്തേണ്ടി വരും, അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയും ഉള്ളൂ. ഒരു വസ്തുത ശരിയാണെന്ന് അംഗീകരിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് നമ്മൾ ഒരിക്കൽ പോലും ബോധവാന്മാരാകുകയില്ല. അത് നമ്മുടെ വിഷയമേ. പക്ഷേ നമ്മളെ ഇന്ദ്രിയങ്ങൾക്ക് കൂടി സംവേദനക്ഷമമാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണല്ലോ നമുക്കൊരു ബോധ്യം നൽകുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇന്ദ്രിയങ്ങളാണ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ബോധ്യമാകാത്ത ഒരു വസ്തുതയും സത്യമാണെന്ന് വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാവുള്ളൂ. എന്റെ ഒരു ഭാഷയാണ് കേട്ടോ, ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എന്റെ ഇന്ദ്രിയങ്ങൾക്ക് സംവേദനക്ഷമമാകാത്ത ഒരു കാര്യവും എനിക്ക് വിശ്വാസയോഗ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് വരെ സ്വർഗം കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടുണ്ടോ? പിന്നെ ഈ അമേരിക്ക ഉള്ള ആളുകൾക്ക് ഉണ്ടാവാം. ഈ കേരളത്തിലുള്ള എത്ര പേര് അമേരിക്ക പോയിട്ടുണ്ട്? അമേരിക്കൻ്റെ ഒരു ഉണ്ട്, ഷനുജാനുണ്ട്, പിന്നെ അങ്ങനെ കുറെ പേരുണ്ട്. ഓക്കെ, ഈ കാണാത്ത നമ്മൾ പറയാ അമേരിക്ക ഇല്ലെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ വിശ്വസിക്കുക? നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നമ്മൾ പറയാം അമേരിക്ക രാജ്യമില്ല, ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പണിക്കാൻ അംഗീകരിക്കുമോ? ഇല്ല, അദ്ദേഹം പോയി കണ്ട കാര്യം. പക്ഷെ എനിക്ക് കൂടി അത് ബോധ്യമാകണമെങ്കിൽ എന്റെ ബോധതലങ്ങൾക്ക് കൂടി സ്വീകാര്യമായ അറിവുകൾ ഞാൻ ശേഖരിക്കുകയും അതിന് തക്ക തെളിവുകൾ അതിന് ഉപോത്ബലകമായി സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു സത്യമായി നമുക്ക് ബോധ്യമാകുന്നത്. കൃത്യമായി നമ്മുടെ ഈ നഗ്നമായ നേത്രങ്ങൾ കൊണ്ടോ ഈ ശരീരത്തിന്റെ സാന്നിധ്യം കൊണ്ടോ ഒന്നിനെ അളക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഇന്ദ്രിയങ്ങൾക്ക് പോലും നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും ഒക്കെ ആ സ്വീകാര്യമായ തെളിവുകൾ നമുക്ക് ലഭിക്കുമ്പോഴാണ് ഒരു സത്യം അംഗീകരിക്കാൻ കഴിയുക. അപ്പൊ ശ്രദ്ധിക്കുക, പൗലോസ് മുൻപോട്ട് വെക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ വിശ്വാസത്തിന് മുമ്പിൽ വരുന്നതിന് മുമ്പ് ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതിനുശേഷം വിശ്വാസത്തിന് കീഴിൽ ആയിരിക്കണം അവനെ തന്നെ നയിക്കുക. ഇനി ഈ രണ്ട് വ്യത്യസ്തമായ മനുഷ്യന്റെ അവസ്ഥകളെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിശ്വാസത്തിന് മുമ്പുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ എങ്ങനെയും ജീവിക്കാൻ കഴിയുന്ന, പ്രമാണമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം അവൻ തന്നെ വരയ്ക്കുന്ന വരയിലൂടെ, അവൻ തന്നെ ഉണ്ടാക്കുന്ന ന്യായപ്രമാണങ്ങളിലൂടെ, അവൻ തന്നെ ഉണ്ടാക്കുന്ന തത്വങ്ങളിലൂടെ, അവൻ തന്നെ വിളിച്ചു പറയുന്ന, അവനോട് തന്നെ ആക്രോശിക്കുന്ന ആ ആപ്തവാക്യങ്ങളിലൂടെ, അവന് വേണ്ടി വെറ്റുണ്ടാക്കുന്ന വഴികളിലൂടെ അവന് ദേശം സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു. അതിനൊക്കെ ബോൽബലകമായി പലതും സ്വീകരിക്കാൻ ലോകത്തിന് മുമ്പിൽ അവൻ ഉണ്ടായിരുന്നു. എന്നാൽ വിശ്വാസത്തിന് കീഴെ എന്ന് പറഞ്ഞാൽ ഒരു നുകത്തിന്റെ കീഴിൽ ഒരു മൃഗം എങ്ങനെ ബന്ധസ്ഥനാകുന്നുവോ അതേ രീതിയിൽ എന്ത് ചെയ്യാൻ ആകുന്നൊരവസ്ഥ. അതാണ് പൗലോസ് ഈ രണ്ടവസ്ഥയെ കുറിച്ച് ലേഖനങ്ങളിലൂടെ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം. ഇനി ശ്രദ്ധിക്കുക, റോമാലേഖനം 12:1 ഒന്ന് വായിക്കാമോ? റോമാലേഖനം 12:1, 13:1. സഹോദരന്മാരെ, ദൈവത്തിന്റെ ഞാൻ ദൈവത്തിന്റെ മനസ്സരിവും ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. 13:1 വായിച്ചേ. ഏത് മനുഷ്യരും ശ്രേഷ്ഠ അധികാരികൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താൽ അല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾ 1 തെസ്സലോനി 5:23 അതൊന്ന് വായിക്കാമോ? 1 തെസ്സലോനി 5:23.
സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടുമെണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഈ ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ചിന്ത മനുഷ്യനെ കുറിച്ചുള്ള പൗലൂസിന്റെ വീക്ഷണങ്ങളിൽ പൗലൂസിന്റെ വംശശാസ്ത്ര ചിന്തകൾ അല്ലെങ്കിൽ ആന്ത്രോപോളജിക്കൽ കോൺസെപ്റ്റ് അല്ലെങ്കിൽ അവന്റെ ആ വംശശാസ്ത്ര ചിന്തകളിൽ മനുഷ്യനെ കുറിച്ചുള്ള ചിന്തകളിൽ ഒന്നാമത് അവൻ ദേഹം ദേഹി ആത്മാവ് ഒന്ന് എന്നുള്ള സങ്കല്പത്തിലാണ്. അത് അങ്ങനെ തന്നെ എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് പൗലൂസ്. തന്റെ ലേഖനങ്ങളിലൂടെ പരിചയപ്പെടുത്തുന്ന മനുഷ്യന് ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്, അതെല്ലാം ഏകത്വമായിട്ട് ഏകഭാവത്തിലൂടെ ഇരിക്കുന്ന വ്യക്തിയാണെന്നാണ് പൗലോസ് മുമ്പോട്ട് വെക്കുന്ന ആശയം. അതിന്റെ കാരണം തന്നെ സ്വാധീനിക്കാൻ ഇടയായിത്തീരുന്നത് യഹൂദ ചിന്തയാണ്. നമുക്കറിയാം, യഹൂദ പ്രമാണങ്ങൾ, പ്രത്യേകിച്ച് തോറ പോലുള്ള അല്ലെങ്കിൽ ഈ പഞ്ചഗ്രന്ഥങ്ങളിലൂടെയൊക്കെ നമ്മൾ പരിചയപ്പെടുന്ന മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയായി ഒരു സമ്പൂർണ്ണ മനുഷ്യനായിട്ടാണ് ദൈവം അവനെ സൃഷ്ടിക്കാൻ ഇടയായിത്തീരുന്നത്. മനുഷ്യന്റെ ശരീരം, ഈ ശരീരത്തിനുള്ളിൽ അവൻ ദേഹം എന്ന് പറയുന്ന ആ ശരീരത്തിനുള്ളിൽ തന്നെ അവൻ ആ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ ദേഹിയുണ്ട്. ദേഹി എന്താ ദേഹി എന്ന് പറഞ്ഞാൽ? അവന്റെ ഇച്ഛകൾ, അവന്റെ വികാരങ്ങൾ, അവന്റെ നിശ്ചയങ്ങൾ, അവന്റെ അറിവ്, അവന്റെ അവഗാഹങ്ങൾ, അവൻ സ്വീകരിക്കുന്ന ആ ധർമ്മോപദേശങ്ങൾക്ക് വേണ്ടിയുള്ള അവന്റെ സ്വാധീന മേഖലകൾ, ചുരുക്കം പറഞ്ഞാൽ അവനെ നിർണയിക്കുന്നത് മനുഷ്യ ശരീരത്തെ പോലും ഏറെ നിർണായക ശക്തിയായി മുൻപോട്ട് വർത്തിക്കുന്നത് എന്തുവാ? മനുഷ്യന്റെ ദേഹിയാണ്. ഇനി ദൈവം സന്നിവേശിപ്പിച്ച ദൈവത്തിന്റെ ആത്മാവ്, ഈ മൂന്ന് അവസ്ഥാവിശേഷം അഥവാ പ്രാണൻ എന്ന നിലയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഈ ആളത്വം, ഏകത്വമായിട്ടാണ് പൗലോസ് തന്റെ ലേഖനങ്ങളിൽ പ്രതിപാദിക്കുന്നത്. ഇനി ഇത് മൂന്നവസ്ഥകളിലല്ല, മറിച്ച് ഇതെല്ലാം ഒന്നാണ് എന്ന് കൃത്യമായി താൻ പറയുന്നു. അതാണ് നമ്മൾ വായിച്ച വാക്യങ്ങളിലൂടെ കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് 1 തെസ്സലോനി 5:23 നമ്മൾ വായിച്ചതാണ്. അപ്പം ഏക ശരീരമായി ഒന്നായിത്തീരുന്ന ഒന്നാണ് എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ. 2 കൊരിന്തി 5:4, 2 കൊരിന്തി 5:4, അതുപോലെ തന്നെ ഫിലിപ്പിയ ലേഖനം 3:21. ഇവിടെ ഈ രണ്ട് ഭാഗങ്ങളിലും നൽകിയിരിക്കുന്നത് പൗലോസിന്റെ മോണോസ്റ്റിക് അഥവാ ഏകത്വ സ്വഭാവമുള്ള മനുഷ്യന്റെ ഏകത്വ സ്വഭാവങ്ങളെയാണ്. അപ്പം ഇനി ശ്രദ്ധിക്കുക, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയത്തോളം അവൻ ജീവിക്കുകയും അനന്തരം അവൻ അസ്തമിക്കുകയും ചെയ്യും. എന്നാൽ ദൈവത്തിന്റെ പ്രത്യക്ഷതയിൽ വീണ്ടും അവൻ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന് കൃത്യമായി ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ ഭൗതിക ശരീരം നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെടാതിരിക്കുന്ന ഒരു ആത്മാവിന്റെ ഒരു മഹത്വമുള്ള ശരീരമായി അവൻ മാറുന്നു, അല്ലെങ്കിൽ അവൻ ആയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഇനി ശ്രദ്ധിക്കുക, പൗലോസ് പറഞ്ഞ ഈ കേവല ഭൗതിക ശരീരം ഒരു ഫിസിക്കൽ ബോഡി മാത്രമല്ല. നമുക്കറിയാം, ഒരു ഫിസിക്കൽ ബോഡി മാത്രമാണ് വാസ്തവത്തിൽ ദൈവത്തിന്റെ സൃഷ്ടിയുടെ മാഹാത്മ്യമായി ഉണ്ടായിരുന്നെങ്കിൽ ദൈവം പറയുന്ന ഒരു വളരെ കൃത്യമായ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്. ഈ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തിന്നാതിരിക്കാം. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നുകയോ തിന്നാതിരിക്കുകയോ എന്നുള്ളത് നിങ്ങളുടെ ഫ്രീ വില്ലാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവ വൈശിഷ്ട്യം എന്ന് പറയുന്നത് അവൻ ഫ്രീ വില്ലോടുകൂടി ദൈവം അവനെ സൃഷ്ടിച്ചു എന്നുള്ളത്, അല്ലെ? നമ്മുടെ ചോയ്സാണ്, നമുക്ക് വേണോ വേണ്ടേ എന്നുള്ളത്. ലോകത്തിലെ ഏതൊരു വ്യക്തിക്കും ഇല്ലാത്ത, അല്ലെങ്കിൽ ലോകത്തിലെ മറ്റ് ജീവജാലങ്ങൾക്ക് ഇല്ലാത്ത ഒരു സവിശേഷത, ദൈവം നിശ്ചയിക്കപ്പെട്ട ആ പ്രമാണങ്ങളെ ലംഘിക്കാതിരിക്കാം. ലംഘിച്ചാൽ ഇന്ന കാര്യങ്ങൾ സംഭവിക്കും, ലംഘിക്കാതിരുന്നാൽ ഇന്ന കാര്യങ്ങൾ സംഭവിക്കുമെന്ന് കൃത്യമായി എന്ത് ചെയ്യാൻ ദൈവം നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞാൻ ഇന്നാളും പറഞ്ഞൊരു കാര്യമാണല്ലോ, ഈ ദൈവത്തിന്റെ ഹിതം എന്നൊക്കെ നമ്മൾ അറിയണമെങ്കിൽ നമുക്ക് ഈ ശരീരം മാത്രം ഉണ്ടായിരുന്നെങ്കിൽ, നമുക്ക് ചിന്തിക്കാൻ ഒരു മനസ്സ്, അല്ലെങ്കിൽ നിർണയിക്കാൻ, തിരിച്ചപ്പെടുത്താൻ ഒരു ഇന്ദ്രിയത്തിന്റെ അവസ്ഥ, അല്ലെങ്കിൽ അറിവ് നൽകുന്ന കേന്ദ്രങ്ങൾ, ബുദ്ധി, അതുപോലെ ഒരു കാര്യങ്ങൾ കൃത്യമായി അറിയാനുള്ള ബുദ്ധി തുടങ്ങി നമ്മളെ ശരീരത്തിൽ മേലപ്പുറമായി ശരീരത്തെ പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന
ഒരു ദേഹിയുടെ അല്ലെങ്കിൽ ഒരു ഇച്ഛാശക്തിയുടെ ഒരു മനസ്സിന്റെ ഒരു ഹൃദയത്തിന്റെ അവസ്ഥ ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ കേവലം ഒരു പ്രതിമയായി മാത്രം അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ഒരു പ്രതിമയായി മാത്രം നമ്മൾ ചലിക്കേണ്ടി വന്നേനെ. പ്രതികരണശേഷി എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമേ ഉള്ളല്ലോ, അല്ലേ? അപ്പം ഈ പ്രതികരണ ശേഷി ഉൾപ്പെടെ അറിവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രതികരിക്കാനുള്ള മനസ്സ് പോലും കൃത്യമായി നമുക്ക് ഉള്ളത് ഈ ദേഹിയുടെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഈ ദൈവത്തെ അറിയാനോ ദൈവത്തിന് വേണ്ടി നിൽക്കാനോ ദൈവം ഉണ്ടെന്നും അവൻ ഈ ഭൂമിയിൽ ജനിച്ചെന്നും ജീവിച്ചെന്നും മരിച്ചെന്നും അല്ലെങ്കിൽ കർത്താവിനെ സംബന്ധിച്ചുള്ള അറിവുകളും ദൈവത്തെ സംബന്ധിച്ചുള്ള അറിവുകളും പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചുള്ള അറിവുകളും ഒക്കെ നമ്മൾ കൃത്യമായി തിരിച്ചറിയുന്നത് ഈ ദേഹിയുടെ പ്രവർത്തനമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുകയും നമ്മൾ ഇതുവരെയും കാണാത്ത, കേൾക്കാത്ത, അറിയാത്തൊരു ഭാഷ. നല്ല മലയാളം പറഞ്ഞ എത്രത്തോളം മനസ്സിലാകും എന്നത് ആദ്യത്തെ ക്ലാസ്സിനോട് എനിക്ക് മനസ്സിലായി. നല്ല മലയാളം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകും എന്നുള്ളത് ആദ്യത്തെ ക്ലാസ്സിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായി. എല്ലാവരും പറഞ്ഞു ഒന്നും മനസ്സിലാകുന്നില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യാം? ഈ കടികെട്ടി മലയാളമാണെന്നും പറഞ്ഞ് നിങ്ങൾ എല്ലാവരും പറഞ്ഞു എന്ത് ചെയ്യാം? ഭാഷ വേണ്ട പ്രശ്നമെന്നും പറഞ്ഞ് നിങ്ങളെല്ലാവരും ഒത്തിരി പേര് വിളിച്ചു പറഞ്ഞു, ഇതിന്റെ അധികാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ. ഇപ്പൊ ഞാൻ ഒരു കാര്യം മനസ്സിലായി, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, നമുക്ക് നമ്മുടെ മാതൃഭാഷ പോലും നല്ല അതിന്റെ അതേ തത്വത്തിൽ വ്യാകരണ സഹിതം നല്ല വൊക്കാബുലറിയിൽ നല്ല ഉച്ചാരണ ശുദ്ധിയോടുകൂടി നല്ല വാക്കുകൾ ഉച്ചരിച്ചാൽ അതിന്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത്, നമ്മൾ ഇതുവരെയും കേൾക്കാത്തൊരു ഭാഷ, നമ്മൾ ഇതുവരെയും അറിയാത്തൊരു ഭാഷ, ആ ഭാഷയ്ക്ക് നമ്മളെ തന്നെ വഴങ്ങിക്കൊടുക്കാൻ ഇടയാകുന്നു എന്ന് പറഞ്ഞാൽ നോക്കി, അതിന്റെ നമുക്ക് എത്രത്തോളം നമ്മെ ഭരിക്കുന്ന ഒരു ആത്മാവും നമ്മൾ എത്രത്തോളം വിധേയത്തിന് വിധേയപ്പെടുന്നു എന്നതിന്റെ ഒരു വലിയ സവിശേഷതയല്ലേ? നമ്മൾ പറഞ്ഞ അന്യഭാഷ എന്ന് പറയുന്ന ഭാഷകൾ നമുക്ക് മനസ്സിലാകാത്ത ഭാഷകൾ, നമ്മൾ മറ്റേതെങ്കിലും രാജ്യക്കാർക്ക് അവർ സംസാരിക്കുന്ന ഭാഷയാണ്. കുജാവോ അപ്പൊ നാം കിയാസേ, കുജാവോ ഇപ്പൊ നാം കിയാസേ, വല്ല മനസ്സിലായി നിങ്ങൾക്ക്? കുജാവോ ഞാൻ നാഗാമി പറഞ്ഞു. ഇവിടെ പഠിച്ചാൽ ഈ ചെറിയ വാക്കുകൾ, ഈ നമ്മുടെ ഈ പൊട്ടാസ പൊട്ടിക്കുന്നത് ബോംബാണ് നിങ്ങൾ ധരിക്കരുത്, പൊട്ടാസ ചെറിയ കാര്യമുള്ളൂ. ഈ സാധനം ഞങ്ങളുടെ സെമിനാരി പഠിക്കുമ്പോൾ കൂടെ പഠിച്ച പിള്ളേർ ഞങ്ങൾ കുജാവോ ഇങ്ങനെ എവിടെ പോവാം? അപ്പൊ നാം കിയാസേ എന്ന് പറഞ്ഞാൽ നിന്റെ പേരെന്താണ്? അപ്പൊ മുറിയില്ല കിയാസേ, കിനികാസേ, ബാലാസേ, കിഷി ബാലാസേ, how are you, how old are you, I love you, we love you, God is love തുടങ്ങിയ ഭാഷകളൊക്കെ ഞങ്ങൾ പഠിപ്പിക്കും. ഞാൻ പറഞ്ഞത് നമുക്ക് അറിയാൻ വയ്യാത്തൊരു ഭാഷ നമ്മുടെ നാവിന് വഴങ്ങുന്നു എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിക്കുകയും നമ്മുടെ സൃഷ്ടിയുടെ മഹത്വം എത്ര വലുതാണ്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും? മറന്നു പോകുമായിരിക്കും. പക്ഷേ നമ്മൾ പറയുന്ന രക്ഷിക്കപ്പെട്ട അന്ന് നമ്മൾ 56 അല്ലെങ്കിൽ 2000 നമ്മൾ പ്രാപിച്ച അതേ ഭാഷ തന്നെയാണ് നമ്മളിപ്പോഴും എന്ത് ചെയ്യുക? ഈ ഭാഷയുടെ വ്യത്യസ്തതയ്ക്ക് വേണ്ടിയും ഭാഷാപരങ്ങൾക്ക് വേണ്ടിയും അതിന്റെ കൃപാപരങ്ങളുടെ ജനനത്തിന് വേണ്ടിയും അതിന്റെ ഈ വ്യാപാരത്തിന് വേണ്ടിയും ഒക്കെ നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിൽ വളരുന്നത്, അല്ലേ? എന്നും പാല് കുടിക്കുന്ന കൊച്ച് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുക? ഇറച്ചി കണ്ടാലോ അല്ലെങ്കിൽ കട്ടിയാഹാരം ചോദിച്ചാൽ കൊടുക്കാതിരിക്കുന്ന ഒരു അമ്മ തീർച്ചയായിട്ടും അത് വളരാൻ ഒട്ടും ആഗ്രഹമില്ലാത്തതാണ്. എന്നും കട്ടിയാഹാരം കൊണ്ടുവന്ന അമ്മയോട് നോ എന്ന് പറയുന്ന കുട്ടി ഒരിക്കൽ പോലും വളരെ ആഗ്രഹിക്കാത്ത കുട്ടിയും കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വ്യാപാരം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യാപാരം ചെയ്യുക, നമ്മൾ അതിനെ വളർത്തിയെടുക്കുക, നമ്മോട് സ്വഭാവങ്ങൾ വളർത്തിയെടുക്കുക. എന്റെ വിഷയം അല്ലെങ്കിൽ ഞാൻ എടുത്തു പറയുക. അപ്പൊ നമ്മൾ ചെയ്യാത്ത ഒരു ശുശ്രൂഷ നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്ന ഒരു തോന്നൽ നമുക്കുണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ ആ അറിവ് നമുക്കുണ്ടാകണമെങ്കിൽ, നമ്മളത് ചെയ്യുന്നെങ്കിൽ നമ്മളിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ആത്മാവിന്റെ ആ വലിപ്പം എത്രത്തോളമാണ്? നമ്മളെന്ന് പറയുന്ന ഈ ശരീരത്തിന്മേൽ അടങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ആ പ്രവർത്തനം എന്താണ്? ഒപ്പം തന്നെ ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് കൃത്യമായി അറിയാനുള്ള ഒരു ആർജവം നമ്മുടെ മനസ്സിനും നമ്മുടെ ബുദ്ധിക്കും ഉണ്ടാകുമ്പോൾ നമ്മൾ എത്രത്തോളം ദേഹി എന്ന് പറയുന്ന ആ പ്രവർത്തന മണ്ഡലം എത്രത്തോളം ശക്തമായി നമ്മളിൽ സജീവമായി നിൽക്കുന്നു എന്നും കൂടി തിരിച്ചറിയും. നമ്മളെല്ലാം പറയുമല്ലോ, ചില പ്രവചനം കേട്ടാൽ പറയും ഞാൻ അങ്ങനെ എല്ലാ പ്രവചനവും വിശ്വസിക്കുക. പിന്നെ നമ്മളെല്ലാ പ്രവചനം വിശ്വസിക്കുന്നത് എന്നോട് സംസാരിക്കുന്നത് വചനപ്രകാരമായിരിക്കും. പിന്നെ വചനപ്രകാരം പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. വചനത്തിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ
പറഞ്ഞാൽ വിശ്വസിക്കാം. അതിന് പ്രവാചകൻ പറയുന്നതും വേണ്ട, പുസ്തകം വായിച്ചാൽ മതി, വചനം നമ്മോട് സംസാരിച്ചോളൂ. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. പ്രവചനം തെറ്റല്ല. എന്നോട് പ്രവാചകൻ പറയാറുണ്ട്, വിശ്വസിക്കാറുണ്ട്, അത് ഞാൻ എഴുതിയെടുക്കാറുണ്ട്, ഞങ്ങൾ ടേപ്പ് ചെയ്യാറുണ്ട്, ഞാൻ റെക്കോർഡ് ചെയ്യാറുണ്ട്, അത് വീണ്ടും കേൾക്കാറുണ്ട്, അത് കേട്ട് പ്രാർത്ഥിക്കാറുണ്ട്, ഇതൊക്കെ ചെയ്യുന്നതിനാണ്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ഇത്രയും ഉള്ളൂ. നമ്മൾ ഈ കൃത്യമായി ഒന്ന് കേട്ടാൽ അത് ശരിയാണോ അല്ലയോ എന്ന് നമ്മൾ തിരിച്ചറിയുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ ദേഹിയാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്. പറയുന്നത് കൃത്യമല്ലേ, വചനമല്ലേ പറയുന്നത്. ചില വചനം കേട്ടാൽ നമുക്ക് സെയിമാന്ന് തോന്നും അല്ലേ, നമ്മൾ വിശ്വസിക്കുന്ന. പിന്നെ നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ അരിയിൽ, നമ്മുടെ ചാക്കിനകത്തിരിക്കുന്നത് മാത്രം നിറവറ കുത്തിരി, ബാക്കിയുള്ള എല്ലാ ചാക്കുകളിലും ഇരിക്കുന്നത് പച്ചരിയുടെ കൂടെ തന്നെ ചാക്കരിയായിട്ട് ചേരുന്ന, അല്ലെങ്കിൽ ചാക്കരിയുടെ കൂടെ തന്നെ പച്ചരിയായിട്ട് വരുന്ന ഒരു അരി ഇപ്പം റേഷൻ കടകളിൽ കിട്ടും അല്ലേ. എന്നല്ല, അതുകൊണ്ട് അങ്ങനെ ഇട്ടിരിക്കുന്നതാണ് അവര് പറയുന്നത്, ഗവൺമെന്റ് പറയുന്നത്. അത് എന്തോ പോഷക ഗുണമുള്ളതാണ്. ആ അരിയാണ്, കല്ലും കട്ടയുള്ള അരിയാണ് ബാക്കി എല്ലാ ചാക്കുകളിലും. നമ്മുടെ ചാക്കിനകത്ത് മാത്രമേ നല്ല അരി ഉണ്ടു എന്ന് നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്ന അത് കൂടിയാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ചാക്കിനകത്തിരിക്കുന്ന അരിയെക്കുറിച്ച് വിശദീകരിച്ച് അങ്ങനെയൊന്നും പറഞ്ഞ അറിയത്തില്ല. നാടി അരി നമ്മളൊന്നും എടുത്ത് നമ്മളെന്ത് ചെയ്യും, അത് കഴുകും, നമ്മുടെ ഇടും. പിന്നെ നമ്മുടെ എന്ത് ചെയ്യാം, അതൊന്ന് കൃത്യമായി നമ്മുടെ ഉള്ളിലേക്ക് ആഹരിക്കാൻ വേണ്ടിയുള്ള മറ്റ് അസംസ്കൃത വസ്തുക്കൾ കൂടി നമ്മൾ ഉണ്ടാക്കി കൃത്യമായി ടേസ്റ്റോടുകൂടി നമ്മൾ എന്ത് ചെയ്യും, അത് കഴിക്കും എന്നല്ലാതെ അതിന്റെ ഗുണമോ മണമോ ഒന്നും നമുക്ക് അറിയില്ല. നമ്മൾ ഉപയോഗിക്കുന്ന പലതിന്റെയും ഗുണങ്ങൾ ചോദിച്ചാൽ നമുക്കറിയാമോ? ഞാൻ ഉൾപ്പെടെ നമ്മൾ ഈ ശ്വാസം ഒന്ന് കുറച്ചു നേരം ഒന്ന് വലിക്കാതിരുന്നു നോക്കി. ഇപ്പൊ അല്ലേ ക്ലാസ് കഴിഞ്ഞ് ആകാവുള്ള, എനിക്കിത് പറഞ്ഞു തീർക്കണം. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ എന്താന്ന്? അപ്പം കൃത്യമായി നമുക്ക് ഇങ്ങനെയുള്ള ഈ അറിവുകൾ സമ്മാനിക്കുന്നത്, ശരീരത്തിന് നൽകുന്ന സൂചനകൾ നൽകുന്നത്, അല്ലെങ്കിൽ ഇതിന് കൃത്യമായ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കൂടി ഇത് സംയോജിച്ചു പോകുന്ന ഒരവസ്ഥാവിശേഷം, അതാണ് സമ്പൂർണ്ണ മനുഷ്യൻ എന്ന് പറയുന്നത്. ബൈബിൾ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സ്വഭാവ വൈശിഷ്ടവും അത് തന്നെയാണ്. മനസ്സിലായോ? നോ എന്ന് പറഞ്ഞിട്ട് പിന്നെ യേസ് എന്ന് പറയാനും നമുക്ക് പറ്റും അല്ലേ? നമ്മള് നോ എന്ന് പറഞ്ഞിട്ടും യേസ് എന്ന് നമ്മൾ എന്ത് ചെയ്യാ? ഒരു കാലത്ത് നമ്മൾ ഉച്ഛിഷ്ടമെന്ന് നമ്മൾ വിധി എഴുതിയത് പലതും എന്താ കൃത്യമായി നമ്മൾ അത് ശരിയാണെന്ന് കൂടി ചിന്തിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ട്. അത്രയും ഗൗരവമാണ് നമ്മുടെ മനസ്സ്. ഞാൻ പേര് പറയുന്നില്ല, ഞാൻ പോലും വർക്ക് ചെയ്തൊരു സ്ഥാപനത്തിൽ ആഭരണം ഉപയോഗിച്ച് തെറ്റാണെന്ന് എഴുതി പഠിപ്പിച്ച ആളുകൾ പിന്നീട് അത് തിരുത്തിയിട്ട് ആഭരണം ശരിയാണ്, എന്തുകൊണ്ട് മനുഷ്യൻ ആഭരണം ധരിക്കണം, അതിന് പഴയ നിയമത്തിന് ഉദ്ധരണികൾ, പുതിയ നിയമ ഉദ്ധരണികളൊക്കെ വെച്ച് പുസ്തകം ഇറക്കേണ്ടി വന്നു. അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗങ്ങൾ മുഴുവൻ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇരുന്ന് മുഴുവൻ കമ്പനിക്കാരായിട്ട് അത് മുഴുവൻ വെട്ടിക്കളഞ്ഞിട്ട് പെന്തക്കോസ് ഉപദേശങ്ങൾ, ആശയങ്ങൾ, ബൈബിൾ, പെന്തക്കോസ് വിട്ടിയത് ബൈബിൾ ആശയങ്ങൾ, ബൈബിൾ തത്വങ്ങൾ, ഇതാണ് ശരിയെന്ന് പറഞ്ഞ് കൃത്യമായി പറഞ്ഞത് അതെല്ലാം പിന്നീട് മാറ്റി അതല്ല ഇതാണെന്ന് പറയേണ്ട ഗതികേടുണ്ട്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ? ഒന്ന്, അപ്പം ശരിയേതാ തെറ്റേതാ, ശരിയും തെറ്റും ഏതാ, തെറ്റും ശരിയും ഏതാ എന്നൊക്കെ തിരിച്ചറിയാൻ എന്ത് ചെയ്യാ, ഇതിവനെ ഈ മനുഷ്യനെ സഹായിക്കുന്ന ഒരു ഘടകം. ഈ ഭാഗത്തിന്റെ അവസാന ഭാഗം ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക്, പഞ്ചേന്ദ്രിയങ്ങൾക്ക് ബോധ്യമാകാത്ത ഒരു കാര്യവും നമ്മൾ യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കാൻ പാടില്ല എന്നൊരു പക്ഷക്കാരൻ. എന്ന് പറഞ്ഞാൽ കൊള്ളാത്ത ഞാൻ തീയെ വിശ്വസിക്കണോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. തീയുടെ അടുത്ത് പോയാൽ ചൂടെങ്കിലും ഉള്ളണ്ടെന്നേ, ചൂടെങ്കിലും നമുക്ക് തട്ടുന്നില്ലേ, അത് മതി ഇല്ലേ? തീ നമ്മൾ തൊട്ടാണോ? ചോറ് ബന്ധം നോക്കാൻ വേണ്ടി ഒരു മണിയെ അരിയെടുത്ത് ഞെക്കി നോക്കുന്ന പോലെ തീയുടെ ഒരു കഷ്ണം എടുത്ത് നമ്മൾ ചെയ്യണോ? വേണ്ട, തീയുടെ അടുത്ത് പോയാൽ കണ്ടാൽ മനസ്സിലാകും, അടുത്ത് പോയാൽ മതി അല്ലേ? ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? ഗ്യാസ് എല്ലാവരും ഉപയോഗിക്കുന്ന, ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഉപയോഗിക്കുന്ന ആളുകളാണ്. ഗ്യാസ് ലീക്കാണോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഗ്യാസ് തുറന്നു വിടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ലീക്ക് ആണെങ്കിൽ എന്ത് ചെയ്യാം? അതിന് സ്വഭാവം കൃത്യമായി കാണിക്കും. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ നമുക്ക് സംവേദനക്ഷമമാകുന്നു, നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നു, നമ്മുടെ ഇന്ദ്രിയങ്ങൾ പറയുന്നു ഇതാണ് ശരിയെന്ന്
പറയുന്ന തത്വങ്ങൾ നമുക്ക് ശരിയാണെന്ന് വിശ്വസിക്കാൻ കഴിയണം. നമ്മളോട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ വിലക്കുന്നത് നോ എന്നാണെങ്കിൽ അത് നോ എന്ന് പറയാനുള്ള ആർജവം കൂടി നമുക്കുണ്ടാകണം. ഒന്നുകൂടി ഞാൻ പറയുന്നു, നമ്മുടെ വിശ്വാസ പ്രമാണത്തിന് വിരുദ്ധമായി നമ്മുടെ ആരാധന, വിശ്വാസ പ്രമാണത്തേക്കും എന്റെ ബോധ്യങ്ങൾക്ക് വിരുദ്ധമായി, ഞാൻ കണ്ടെത്തിയ സത്യത്തിന് വിരുദ്ധമായി, ഞാൻ കണ്ടെത്തിയ ആശയത്തിന് വിരുദ്ധമായി, എന്നെ സ്വാധീനിച്ച ആശയത്തിന് വിരുദ്ധമായി, ഒന്നുകൂടി ഇറങ്ങി പറഞ്ഞാൽ എന്നെ വിഴുങ്ങിയ, എന്റെ ബുദ്ധിയെയും എന്റെ യുക്തിയെയും എന്റെ ശക്തിയെയും എന്റെ ശരീരത്തെയും ആത്മാവിനെയൊക്കെ സമ്പൂർണമായി വിഴുങ്ങിക്കളഞ്ഞ, നിഗ്രഹിച്ച, ഞാൻ എന്ന വ്യക്തിയെ ഇല്ലാതാക്കിയ ഒരു സത്യത്തിനെതിരായി എന്തുയർന്നാലും അതിന് സ്വീകരിക്കാൻ പാടില്ല, നോ എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. അവനാണ് ശരിയായ വിശ്വാസി എന്ന് പറയുന്നത്. അതാണ് ശരിയായ മനുഷ്യൻ എന്ന് പറയുന്നത്. വിശ്വാസം വിട്ടേര്. നമുക്ക് ഒരു മനുഷ്യന്, കേവലം ഒരു മനുഷ്യനായി ചിന്തിച്ചു നോക്കി, നമ്മളൊക്കെ ചില പ്രമാണങ്ങൾ വെച്ച് ജീവിക്കുന്ന ആളുകളല്ലേ. നമ്മുടെ സാമൂഹിക ഒരു സന്തുലിതാവസ്ഥയിൽ നമ്മുടെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളല്ലേ. നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണം വെച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മാന്യതയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് സ്വീകരിക്കാൻ പാടില്ലാത്തതിനോട് നോ എന്ന് പറയാൻ എന്ത് ചെയ്യണം? നമുക്ക് തന്റെ ഇടമുണ്ടാകണം. അത് അധികാരങ്ങളാകട്ടെ, മറ്റ് ശക്തികളാകട്ടെ, ആശയങ്ങളാകട്ടെ, വസ്തുതകളാകട്ടെ, വിശ്വാസങ്ങളാകട്ടെ, എന്തുമായിക്കൊണ്ടട്ടെ, നമുക്ക് അതിനോടൊക്കെ നോ എന്ന് പറയാൻ കഴിയുന്നൊരവസ്ഥ നമുക്കുണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ആ ഭാഗം. ഇത്രയും ശക്തമായിട്ട് ഞാൻ പറഞ്ഞത് നമ്മളിത് മനസ്സിലാക്കണം. നമ്മളെ ഒന്ന് മനസ്സിലാക്കി വേണം നമ്മൾ വിശ്വാസത്തെ മുമ്പോട്ട് പോകാൻ, കേട്ടോ. എല്ലായിടത്തും യേശു ഉണ്ട്. നമ്മൾ ഈ ഒരു ബൈബിൾ ഒരു കാര്യം പറഞ്ഞു, മറ്റേ ഉദാഹരണത്തിൽ പറഞ്ഞു, അവർ അക്കരയ്ക്ക് യാത്ര പുറപ്പെട്ടു, ചെറുപടകുകളും എന്ത് ചെയ്യും? അവനോടൊപ്പം അനുഗമിച്ചു, അല്ലേ? നമ്മൾ അക്കരെ ചെല്ലുമ്പം യേശു ശിഷ്യന്മാരും അല്ല ചെറുപടക് അവിടെ പോകുന്നതും കണ്ടു. മനസ്സിലാകുന്നുണ്ടോ കാര്യങ്ങള്? അവിടെ നമ്മൾ സംഭവിച്ച കാര്യമുണ്ട്. ഈ വെള്ളമെല്ലാം കൂടി വള്ളത്തിലേക്ക് എന്ത് ചെയ്യുന്നത്? തള്ളിക്കേറി വള്ളത്തിൽ ഇരുന്ന് പുള്ളി നല്ലോണം ഉറക്കണം. ഞാൻ ചോദിക്കട്ടെ, യേശു എന്തിനാ ഈ തലയണത്ത് ഉറങ്ങാൻ പോയത്? വെള്ളത്തിൽ കയറി ഉറങ്ങി എന്നെ ആയിരിക്കും, നിങ്ങളെ എന്ത് തന്നെ ആയിരിക്കും യേശു ഉറങ്ങാൻ പോയത്? എന്നെ ഞാൻ ലളിതമായിട്ട് പറയാം. യേശു ഉറങ്ങാൻ പോയത്, യേശു ആ തലവണ വള്ളത്തെ കയറിയപ്പോഴേ തലവണ എടുത്ത് പുള്ളി അമരത്തെ കയറിയത് കിടന്നു ഉറങ്ങാൻ പോയി. എന്നാ അറിയാമോ? ഇല്ല എങ്കിൽ 12 പേരും കൂടി ഈ തലവണയ്ക്ക് കയറിക്കുന്ന ഈ മഴ ഉണ്ടാക്കും. അത് യേശു നല്ലവണ്ണം അറിയാം. യേശു ആ തലവണ വെച്ച് എവിടെയാ കിടന്നത്? അമരത്തിൽ. അമരം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മരണമില്ലാത്തവൻ, അമരൻ എന്ന് പറഞ്ഞ വാക്ക് നിന്നാണ് അമരം. അമരം എന്ന് പറഞ്ഞാൽ ഒരു വള്ളത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് യേശു സുഖമായിട്ട് ഉറങ്ങി അക്കരയ്ക്ക് ചെന്നത്. ഈ വെള്ളം കയറിയപ്പോ എല്ലാം കൂടി പരിശ്രമിച്ചു. മനുഷ്യന്റെ എല്ലാ പരിശ്രമങ്ങളും എന്ത് ചെയ്തു? ഒരു പ്രസംഗ വിഷയം കൂടി കേട്ടോ. മനുഷ്യന്റെ എല്ലാ പരിശ്രമങ്ങളും അസ്തമിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിനെ ഉണർത്തി. യേശു ഒരു കാര്യമുണ്ട്. യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അടങ്ങാന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ ബുദ്ധിയുള്ള ഒരു യുക്തിയുള്ള ആള് അങ്ങനെ ചെയ്യുമോ? വെള്ളമല്ല വള്ളത്തിലേക്ക് ഇറച്ചി കയറിയത്. വാസ്തവത്തിൽ പ്രത്യക്ഷമായി ആ പടകിനെ മുക്കാൻ ശ്രമിച്ച വെള്ളത്തെയല്ലേ ശാസിക്കേണ്ടത്? ബുദ്ധിയുള്ളതാണ്, അല്ലേ? ആലോചിച്ചു, അല്ലേ? പക്ഷെ യേശുവിനെ എന്നറിയാമോ? വെള്ളത്തെയല്ല, കാറ്റിനെ. എന്ന് പറഞ്ഞാൽ വെള്ളമല്ല പ്രശ്നം, ആ വെള്ളത്തെ ഇളക്കി ഒരു കാറ്റുണ്ട്. വെള്ളം പ്രത്യക്ഷമാ, കാറ്റാണ് മൂലകാരണം. ആ മൂലകാരണത്തെയാണ് യേശു ശാസിച്ച് രക്ഷപ്പെടുത്തി അക്കരെ ചെന്നത്. ഞാൻ പറഞ്ഞ എന്റെ ആശയം ഇതാണ്. ആദ്യമേ കൂടെ സഞ്ചരിച്ച പലതിനെ എന്ത് ചെയ്യുക? കാണാതായി. അക്കരയ്ക്ക് യേശു മാത്രമേ ഉണ്ടായിരുന്നു. ചെറുപടകിൽ സഞ്ചരിക്കാനാണ് ജനത്തിനൊക്കെ ആഗ്രഹം. ചെറിയ വെട്ടുവീഴ്ചകൾ, ചെറിയ എന്ത് ചെയ്യാ കണ്ണടക്കലുകൾ, ചില തലയാട്ടലുകൾ, ചില മൂളലുകൾ, മുക്കലുകൾ, ചില മൗനസമ്മതങ്ങളൊക്കെയാണ് പലപ്പോഴും വിശ്വാസത്തിന്റെ പേരിൽ സ്വീകരിക്കാൻ നമുക്കൊക്കെ ആഗ്രഹം. അതുകൊണ്ട് മനുഷ്യൻ എന്ന ഒരു സൃഷ്ടിയുടെ ആത്യന്തികമായ കർത്തവ്യം, കടമ എന്ന് പറയുന്നത് ആർജവത്തോടു കൂടി നോ എന്ന് പറയാനുള്ള തന്റെ ഇടം മനുഷ്യനുണ്ടാകുക എന്നുള്ളത്. അത് സമ്പൂർണ്ണ ആണത്വം എന്ന നിലയിൽ നമുക്ക് ഈ ബൈബിളിലേക്ക് വന്നാൽ ഒരു മനുഷ്യന്റെ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തുന്ന സമ്പൂർണ്ണ മനുഷ്യനായി എത്തുമ്പോൾ തന്നെ അവൻ വിശ്വാസത്തിന്റെ ഉള്ളിലാണ്, അഥവാ വിശ്വാസത്തിന് പുറത്തല്ല, വിശ്വാസത്തിനുള്ളിൽ മുൻപോട്ട് കൃത്യമായി പോകാൻ അവന് കഴിയണം. ഇനി നരവംശാസ്ത്ര പദങ്ങൾ എന്തൊക്കെയാണ്? ആന്ത്രോപോളജിക്കൽ കോൺസെപ്റ്റിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന പദങ്ങൾ എന്തൊക്കെയാണെന്നാണ്
നമുക്ക് ചിന്തിക്കാൻ കഴിയേണ്ടത്. ഒന്ന്, മനുഷ്യന്റെ രക്ഷ, വീണ്ടെടുപ്പ്, കൃപ എന്നിവയെ പ്രതിപാദിക്കുമ്പോൾ തന്നെ ജഡം, ശരീരം, മനസ്സ്, ഹൃദയം എന്നിവയുമായി ബന്ധപ്പെട്ടാണ് പൗലോസ് പ്രതിപാദിക്കുന്നത്. ഒന്നുകൂടി ഞാൻ പറയുന്നു, മനുഷ്യന്റെ രക്ഷ, വീണ്ടെടുപ്പ്, കൃപ ഇത്യാദി പദങ്ങൾ പൗലോസ് വിശദമാക്കുമ്പോൾ അതിന് ഉപോത്ബലകമായി സ്വീകരിക്കുന്ന ചില പദങ്ങൾ ഏതൊക്കെയാ? ജഡം, ശരീരം, പിന്നെ മനസ്സ്, ഹൃദയം എന്നിവയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒന്നാമതായി നമ്മൾ ചിന്തിക്കേണ്ടത് ബോഡി അഥവാ ശരീരം എന്ന പദമാണ്. ഗ്രീക്കിൽ ഇതിന് സോമ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. സോമ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം പാപശരീരം അഥവാ മരണത്തിന് അധീനമായ ഒരു ശരീരം. സോമ എന്ന വാക്ക്, സോമ, പാപ ശരീരം അഥവാ മരണത്തിന് അധീനമായ ശരീരം. റോമാലേഖനം 6:6, 7:14. ഇനി സോമ എന്ന പദം അതിന് അല്പം കൂടി വിശദമാക്കപ്പെടാൻ വേണ്ടി പൗലോസ് ഉപയോഗിച്ച മറ്റൊരു പദം, വാക്കിതാണ് ക്രിസ്തുവിന് ശരീരം, ജഡം അഥവാ ശരീരം എന്ന പദം. കൊരിന്ത്യർ ലേഖനം 1:22, 2:11 നോട്ട് തരാം. 1:22, 2:11. പിന്നെ അടുത്തത് ഉയർക്കുന്ന ശരീരം. 1 കൊരിന്ത്യർ 15:44 ഉയർക്കുന്ന ശരീരം. തിരുവത്താഴത്തിലെ അപ്പമെന്ന ശരീരം. 1 കൊരിന്ത്യർ 10:16 മുതൽ 16-17. സഭ കർത്താവിന്റെ ശരീരം എന്ന ആശയത്തിൽ, സഭ കർത്താവിന്റെ ശരീരം. റോമാലേഖനം 12:4 മുതൽ 5 വരെ, 1 കൊരിന്ത്യർ 12 മുതൽ 27 വരെ, റോമർ 12:4-5, 1 കൊരിന്ത്യർ 12 മുതൽ 27 വരെ, കൊലോസ്യ ലേഖനം 2:19, എഫേസ്യർ 4:12 മുതൽ 16 വരെ. കൊലോസ്യ ലേഖനം 2:19, എഫേസ്യർ 4:12 മുതൽ 16 വരെ. ഇനി എത്ര ഭാഗം നമുക്കൊന്ന് ചിന്തിക്കാം. ശ്രദ്ധിച്ചേ, പൗലോസ് ഉപയോഗിച്ച ശരീരം എന്ന പദത്തിന് ഉപയോഗിച്ച പദം സോമ എന്ന പദമാണ്. ഈ പൗലോസ് തന്റെ ലേഖനങ്ങളിൽ ഉപയോഗിച്ച പദങ്ങളാണ് നമ്മൾ വായിച്ചു വന്നത്. അപ്പം ഈ ശരീരം എന്ന് പറയുന്നത് സമ്പൂർണമായി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ശരീരം. ഇത് പാപത്തിന് അധീനമായ ഒരു ശരീരമാണ്. പാപത്തിന് അധീനമായ ശരീരത്തെ കാണിക്കാൻ പൗലോസ് ഉപയോഗിച്ച പദമാണ് സോമ. പാപം എന്ന വാക്ക് നമുക്കറിയാം, ഹമാർട്ടിയ അല്ലേ? പുരാതന ഗ്രീക്ക് മത്സരങ്ങളിൽ അമ്പെയ്ത്ത് മത്സരം വളരെ പ്രധാനമായിരുന്നു. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, ചരിത്രമാണ്, നിങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ള കാര്യമാണ്. അതിലേക്ക് കൃത്യമായി ലക്ഷ്യസ്ഥാനത്തേക്ക് അമ്പെയ്ത് എത്തിക്കുവാൻ കഴിയാത്ത ഇരിക്കുന്ന അവസ്ഥയിൽ ജനമെല്ലാം ഹമാർട്ടിയ, ലക്ഷ്യം തെറ്റിപ്പോയി എന്ന് പറയും. ലക്ഷ്യം തെറ്റിപ്പോകുക എന്ന പദമാണ് വാസ്തവത്തിൽ ഗ്രീക്കിൽ ഹമാർട്ടിയ എന്ന നിലയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ലക്ഷ്യം തെറ്റിപ്പോകുക. നമ്മളെല്ലാം സൃഷ്ടിച്ചതിന് പിന്നിൽ ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. പക്ഷെ ആ ഉദ്ദേശം കൃത്യമായി ഗ്രഹിക്കുവാൻ കഴിയാതെ മനുഷ്യൻ തന്റെ സ്വയമായ ഫ്രീ വില്ല് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഈ ഫ്രീ വില്ലിന്റെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം സ്വയം ശക്തിയുണ്ട്. പക്ഷേ ഡോക്ടർ പറയാ, എന്റെ പൊന്ന് ആന്റി, വൈദ്യശാസ്ത്രം ചെയ്യാൻ പറ്റുന്ന മുഴുവൻ, എന്റെ പൊന്ന് ബ്രദറെ ചെയ്യാൻ പറ്റുന്ന മുഴുവൻ ചെയ്തു കഴിഞ്ഞു. നിങ്ങള് പ്രാർത്ഥിക്കുന്നവരല്ലേ, ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്, ദൈവം വിടുവിക്കട്ടെ. സാറേ അങ്ങനെയല്ല, ഞങ്ങൾക്ക് വിശ്വാസവും കാര്യങ്ങളൊക്കെ, പക്ഷെ അങ്ങനെയല്ല, ഒന്നുകൂടെ ഒന്ന് നോക്കിക്കേ, സാറൊന്ന് ഡയഗ്നോസിസ് ചെയ്ത് നോക്കിക്കേ. ഞാൻ എൻ്റെ കുഞ്ഞുമായിട്ട്, ഞാനും വൈഫും കുഞ്ഞും കൂടെ, മൂത്ത കുഞ്ഞുമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് പറഞ്ഞാൽ ഡോക്ടർ ചോദിച്ചു, എന്നെ പറ്റി ചോദിച്ചു. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞത് പനിയായിരുന്നു, നമുക്ക് 110-100 ടെമ്പറേച്ചർ കണ്ടേക്കും ഇടയ്ക്ക്. അതെങ്ങനെ അറിയാവുന്ന? അങ്ങനെ അത്ര ഉണ്ടായിരുന്നു. എന്തായാലും മരുന്ന് കൊടുത്തായിരുന്നു. കൊടുത്തായിരുന്നു. ഞങ്ങൾ ഒരു 2 ഗുളിക കൊടുത്തിരുന്നു. അത് സിപ്ലാൻ കമ്പനിയുടെ ആണ് കൊടുത്തിരുന്നത്. ഇത് 5 mg ആയിരുന്നു. ടാബ്ലറ്റ് 2 mg ആയിരുന്നു. നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിരുന്നു. വൊമിറ്റിംഗ് ടെൻഡൻസി ഗിവിങ് നമ്മൾ വേറൊരു മരുന്ന് കൊടുത്തായിരുന്നു. പിന്നെ ഡോക്ടർ നമുക്ക് ഈ മരുന്ന് കൊടുക്കാൻ പറ്റും ഇല്ലല്ലേ?
ആ മരുന്ന് കൊടുത്താൽ കുഴപ്പമുണ്ടോ? അപ്പൊ ഡോക്ടർ ചോദിച്ചു, പിന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇങ്ങോട്ട് സർവീസിനാണെന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞാലേ സർവീസിനല്ല, നമ്മള് സർവീസിലല്ല, പണ്ട് മുതലേ ഇങ്ങനെ മരുന്ന് കൊടുത്തും സ്വയം മരുന്ന് കഴിച്ചും മരുന്ന് കൊടുത്തും മരുന്ന് നിർദ്ദേശിച്ചും സ്വയം ചികിത്സിച്ച് പരിചയമൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ കൃത്യമായിട്ട് ഡോക്ടർ പറഞ്ഞ അളവെല്ലാം കറക്റ്റാണ്. സുപ്രാന്റെ കമ്പനി ഉണ്ട്, അതല്ല പറഞ്ഞ അളവും കാര്യങ്ങളെല്ലാം നിങ്ങൾ ട്രീറ്റ്മെന്റ് തന്നെ ശരിയാണ്. പക്ഷേ ഒരു സംശയം, നിങ്ങൾ നേഴ്സാണോ അല്ലെങ്കിൽ എന്തുവാ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നതാണ്? അപ്പോൾ അവള് പറഞ്ഞത് നേഴ്സല്ല, ഞങ്ങളുടെ വീട്ടില് നേഴ്സിംഗ് അസിസ്റ്റന്റ് ഉണ്ട്, നേഴ്സുമാരുണ്ട്, ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അവരൊക്കെ പറഞ്ഞു കേട്ടും പിന്നെ നമ്മൾ ഈ ലോകത്തിലല്ലേ, പിന്നെ മനോരമയല്ലേ ഇറക്കിയിരിക്കുന്നത്, പിന്നെ ശാസ്ത്രമാസിക വൈദ്യശാസ്ത്രം മനോരമ തീരുമാനിക്കുന്നത് ഷുഗറുള്ള ഞാൻ ഏത് മരുന്ന് കഴിക്കണം, ഏത് ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. എനിക്ക് അതിനകത്ത് ഒരു തീരുമാനമില്ല. ഇവിടുത്തെ ആരോഗ്യ മാസികകളാണ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ആരോഗ്യ മാസിക തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണമെന്നുള്ളത്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിച്ചേ, ഞാനത് പറയാൻ കാര്യം, നമ്മൾ ഈ സ്വയം പല കാര്യങ്ങളോടും നമ്മൾ കൃത്യമായി പ്രതികരിക്കാൻ കഴിയുമ്പോൾ നമ്മൾക്ക് സ്വയം നമ്മൾ ആശ്രയിക്കുന്ന ചില സാധ്യതകളുണ്ട്. ഞാൻ പറയാം, നമ്മളൊരു ഫ്രീ വില്ല് നമുക്കുണ്ട്, അത് സ്വയം നമുക്ക് ഒരു ഇച്ഛാശക്തി ഉണ്ട്, നമുക്കൊരു തൃഷ്ണയുണ്ട്, നമുക്കൊരു ആഗ്രഹമുണ്ട്, നമുക്കൊരു ഇച്ഛാശക്തി ഉണ്ട്, ഒരു ഫ്രീ വില്ലുണ്ട്, നമുക്ക് അതിന് എന്തിനേയും തൃണവൽക്കരിക്കാൻ, നമുക്ക് അതിനെ നോ എന്ന് പറയാനുള്ള ഒക്കെ തന്റെ ഇടവും ആരോഗ്യമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ സ്വീകരിക്കുന്നത് നമ്മളെക്കാട്ടും ബലഹീനത കുറഞ്ഞ ചില ആളുകളെയാണ്. ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ഒരു സാധ്യതയുമില്ല, വൈദ്യശാസ്ത്രം കൈവിട്ടു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലോ, ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ എന്ന് പറയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യാ, ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയാണ്. നമുക്കിത് മനസ്സിലായി കൃത്യമായി നമുക്കറിയാമെങ്കിൽ പോലും ആ ഉറപ്പ് നമുക്കില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പല ഇടങ്ങളിൽ നമ്മൾ തേടും, പല സോഴ്സുകളിൽ ചെന്ന് എന്ത് ചെയ്യും. നമ്മളെപ്പോഴും പറയും, ഒരു ഓപ്പറേഷന് വേണ്ടി ഡോക്ടർ പറഞ്ഞ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, മറ്റൊരു സെക്കൻഡ് ഒപ്പീനിയൻ കൂടി നമ്മൾ എടുത്തു വെക്കും, അല്ലേ? ഡോക്ടർമാര് 2 കുപ്പി ബ്ലഡ് മതി കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ 4 പേരെ എന്ത് ചെയ്യും, ഞങ്ങൾ സ്ഥിരം പിള്ളേരെ വിടുന്നു സെമിനാരിൽ നിന്ന്, ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സെമിനാരിൽ നിന്ന് എന്നും മെഡിക്കൽ കോളേജിലേക്ക് 2-3 പേരെ വിടും. അപ്പം ആകെ വേണ്ടത് 2 കുപ്പി ബ്ലഡ് ആയിരിക്കും. നമ്മൾ ആകെ 4 പേരെ എന്ത് ചെയ്യും, കൊണ്ടുവന്ന് ബ്ലഡിന് വേണ്ടി ഒരുക്കി അവർക്ക് ഫുഡും വാങ്ങിച്ചു കൊടുത്ത് ഫ്രൂട്ടിയും വാങ്ങിച്ചു കൊടുത്ത് എന്ത് ചെയ്യും, അവനെ ഒരുക്കി നിർത്തും. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് നമ്മെ തന്നെ വിശ്വാസമില്ലാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും നമുക്ക് പരാജയങ്ങൾ സാധിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ നമുക്കല്ലാതെ മറ്റാർക്കും അധികാരമില്ല എന്ന് നമ്മൾ തീരുമാനിച്ചാൽ, ഒന്നുകൂടി ഞാൻ പറയാം, നമ്മളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ, എന്നെ ചോദ്യം ചെയ്യാൻ എനിക്കല്ലാതെ ലോകത്തിന് മറ്റാർക്കും അധികാരമില്ല എന്ന് നിങ്ങളൊന്ന് തീരുമാനിച്ചു നോക്കിക്കേ, നിങ്ങളെ ഒരു ശക്തിയും സ്വാധീനിക്കത്തില്ല. പറ്റുമോ? നിങ്ങൾക്ക് ദൈവം നിങ്ങളോടാ കൃത്യമായിട്ട് പറഞ്ഞത്, രക്ഷിക്കപ്പെടാൻ നിങ്ങളോടാ പറഞ്ഞത്. നിങ്ങൾ കേട്ടു എന്ന് പറയാം, മറ്റൊരാളുടെ വചനം കേട്ടു എന്ന് ശരിയാണ്, വചനം വായിച്ചപ്പോൾ അറിവ് കിട്ടി ശരിയാണ്, പക്ഷെ നിങ്ങളോട് വ്യക്തിപരമായിട്ടാണ് പറഞ്ഞ് സംസാരിക്കുന്നത്. പക്ഷെ ആ വ്യക്തിപരമായ ഉറപ്പിന്റെ ബലത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനത്തെ ശക്തമായി പ്രതിരോധിക്കാൻ ഏതൊരു ശക്തി വന്നാലും നമുക്ക് നമ്മെ വിശ്വാസമില്ലാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെയൊക്കെ അങ്ങ് സ്വീകരിക്കും. ഞാൻ പറഞ്ഞത് ഈ പാപ ശരീരത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ശരീരം ഇതുവരെയും വീണ്ടെടുക്കാത്തത് കൊണ്ട് നമുക്കൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ പറയുന്ന പലതും ശരിയാണോ, എത്ര നാളായല്ലേ, പണ്ടൊക്കെ നമ്മുടെ യോഗം കഴിയുമ്പോൾ മാറാനാഥ എന്ന് പറഞ്ഞിരുന്നു. നമ്മളിപ്പോ പറയും കമ്മിറ്റി കഴിയുന്നതുകൊണ്ട് മാറാനാഥ, അങ്ങോട്ട് മാറി നിന്ന് കമ്മിറ്റി കുടിക്കൂ, ഞങ്ങൾ പോകട്ടെ, അല്ലേ? മാറാനാഥ എന്നൊരു വാക്കിപ്പോ നമ്മള് എങ്ങും പറയാറില്ല. ആമേൻ കർത്താവേ വേഗം വരണമേ എന്ന പദം പോലും നമ്മുടെ ആശീർവാദങ്ങളിൽ നിന്നും പോയി. ശരിയല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ ചർച്ചിൽ പറയുന്ന ആശീർവാദത്തിന് ഈ സംഗതി ഉണ്ടോ ഇല്ലയോ എന്ന്, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു മീറ്റിംഗ് ഒരു മാസം എത്ര പ്രാവശ്യം ഇത് പറയുന്നു ചിന്തിച്ചു. അതുപോലും എന്ത് ചെയ്യാ, ഇങ്ങനെ അന്യമായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത്രയും ഉള്ളൂ. വാസ്തവത്തിൽ അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാര്യം, ഈ മനുഷ്യ ശരീരം വാസ്തവത്തിൽ ഈ പാപത്തിന് അധീനമാകുന്നതിന്റെ പ്രത്യേകത കൊണ്ട് ഇതാണ് സംഭവിക്കുക. അതുകൊണ്ടാണ് പൗലോസ് മരണത്തിന് അധീനമായ ശരീരത്തെക്കുറിച്ച് കൃത്യമായി പറയാൻ വേണ്ടി ഈ ശരീരം എന്ന പദം ഉപയോഗിക്കുന്നു. ശരീരം എന്ന പദം ഈ ശരീരം എന്ന പദം ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾ തിരിച്ചറിയണം, ഈ ശരീരത്തിനകത്ത് ഒരു ദേഹം മാത്രമല്ല, ഒരു ദേഹിയുണ്ട്, ഒരു ആത്മാവുമുണ്ട്, അല്ലെ? ദൈവം സന്നിവേശിപ്പിച്ച
ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഈ ദേഹത്തിൽ ഒപ്പം തന്നെ അതിനെ എതിർക്കാൻ കഴിയുന്ന, അതിനോട് പടവെട്ടാൻ കഴിയുന്ന, അതിനെ സ്വീകരിക്കാൻ കഴിയുന്ന, അതിനെ വിഴുങ്ങാൻ കഴിയുന്ന, സ്വീകരിക്കാൻ കഴിയുന്ന, തിരസ്കരിക്കാൻ കഴിയുന്ന, അതിനോട് മല്ല് പിടിക്കാൻ കഴിയുന്ന മറ്റൊരു ചിന്താശക്തി കൂടി പാരലായി സഞ്ചരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ എന്ത് ചെയ്യണം? ഭഗീരഥ പ്രയത്നം നടത്തിയിരിക്കുന്നു. ഭഗീരഥ പ്രയത്നം. അതുകൊണ്ട് തന്നെ പൗലോസ് പറഞ്ഞ പദത്തിന്റെ ഒന്നാമത്തെ ഭാഗം നമുക്ക് അങ്ങനെ അവസാനിപ്പിക്കാം. ശരീരം, ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച നോട്ടിടാഞ്ഞത്, ഞാൻ നോട്ടിട്ട് കൊടുക്കുമ്പം ഈ ലാലിച്ചാനാണ് അത് കൃത്യമായിട്ട് നിങ്ങളെ എത്തിക്കാനുള്ള സംവിധാനം നടത്തുന്നത്. അപ്പം അദ്ദേഹം അവിടെ ആയതുകൊണ്ടാണ് നാളെ രാവിലെ ഞാൻ ഈ ഇത്രയും പഠിപ്പിച്ച ഭാഗങ്ങളിലും കഴിഞ്ഞ ക്ലാസ്സിൽ നോട്ടും ഒന്നിച്ചിരുന്നതായിരിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഏറ്റവും അധികം അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് പോകുന്നല്ലോ. നിങ്ങൾക്ക് സന്തോഷമാണ്, സംതൃപ്തിയാണ് എന്ന് ഇന്നലെ സന്തോഷം. ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഭാഗത്തു നിന്നൊക്കെ പഠിപ്പിക്കുന്ന ഏത് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾക്കോ അല്ലെങ്കിൽ സംശയത്തിനൊക്കെ നിവാരണം നടത്താൻ എല്ലാ അധ്യാപകരെ പോലും ഞാനും നിർബന്ധിതനാണ്, അല്ലെങ്കിൽ ഞാനും കടപ്പെട്ടവരാണ്. നിങ്ങൾക്ക് ചോദിക്കാം. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, ഈ ആശയങ്ങളൊക്കെ നിങ്ങൾ എഴുതിയെടുക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ വിശാലമായിട്ട് ഇങ്ങനെ ലളിതമായിട്ടും കട്ടുകട്ടിയായിട്ടും ഒക്കെ പറയുന്നത് നിങ്ങൾ ഈ പഠനം കഴിയുമ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ പറയാനുള്ള ഒരു ആർജവം ഉണ്ടായി, നല്ല പ്രഭാഷകരായി, ഈ ഒരു പ്രഭാഷകനായില്ലെങ്കിൽ പോലും നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ച് ഒരു കൃത്യമായ അറിവും കൂടി നമുക്കുണ്ടായി മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാനുള്ള ഒരു സോഴ്സായി നമ്മൾ മാറണം. അതാണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ആർക്കും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ല എങ്കിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കാലിച്ചാനൊക്കെ യാത്രയിലാണ്. നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. നേരത്തെ ക്ലാസ് കർത്താവദാസൻ പാസ്റ്റർ മാത്യു പി തോമസ് അവர்கள் തിയോളജി പഠിപ്പിക്കുന്നതായിരിക്കും. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ പ്രിയ ലൂക്കോസ് ബ്രദർ ഷാജി പ്രാർത്ഥിച്ച് നമുക്ക് പിരിയാം. ദൈവം നമ്മെ സഹായിക്കുമാറായിട്ട്. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനും നിത്യമായ സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ രാത്രിക്കായി വീണ്ടും നന്ദിയോടെ സ്തോത്രം നിന്ന് സ്തുതിക്കുന്നു. കർത്താവെ, അവിടുത്തെ സന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടി വരുവാനും അടുത്ത മാറ്റമില്ലാത്ത വചനം ശ്രവിക്കാനും കേൾക്കുവാനും അതിൽ ബലപ്പെടുവാനാണ് നിങ്ങളെ സഹായിച്ച വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം നിന്ന് സ്തുതിക്കുന്നു. കടന്നു വന്ന പ്രിയപ്പെട്ട അവിടുത്തെ മക്കളെല്ലായിടത്തും സമർപ്പിക്കുന്നു. കർത്താവെ, പഠിക്കുന്ന വചനങ്ങളൊക്കെ നിങ്ങളുടെ ഹൃദയങ്ങൾ ആഴമായി പതിവാൻ കർത്താവെ, അത് ഹൃദയത്തിൽ ഉറച്ചുകൊണ്ട് കർത്താവെ അനേകർക്ക് പ്രയോജനമുള്ളവരായി തീരുവാനും നിങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രി കാലം കർത്താവെ വചനം ആധികാരികമായി സംസാരിച്ച കർത്താവിന്റെ ദാസനെ അവിടുത്തെ കരങ്ങളെടുത്ത് ഉപയോഗിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം സ്തുതിക്കുന്നു. തന്നെ തുടർന്ന് അനുഗ്രഹിക്കുമാറാണ്. അടുത്ത ദിവസങ്ങളിലൊക്കെയും ബലത്തോടെ നിൽക്കുവാനും സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വ്യാപാരം നടക്കുവാനും സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. ആത്മാവിലെ നിങ്ങളെ ബലപ്പെടുത്തുമാറാകണം. കർത്താവ് കടന്നു വന്ന പ്രിയപ്പെട്ട അവിടുത്തെ മക്കളെല്ലായിടത്തും സമർപ്പിക്കും. സൗരന്മാരെ നിവാസന്മാരെ എല്ലാം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഇത്രത്തോളം അടികളെ അനുഗ്രഹിച്ചല്ലോ. അവിടെ വഴിയടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം സ്തുതിക്കുന്നു. അടിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെ അനുകൂലമാക്കി തന്ന കൃപയ്ക്കായി വീണ്ടും നന്ദിയോടെ സ്തോത്രം സ്തുതിക്കുന്നു. ഇപ്പോൾ അടികൾ പിരിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. പിരിയാത്ത സാന്നിധ്യം കൊണ്ടിരിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസം അടികൾ ഒരുമിച്ച് കൂടുന്നവരെ അടുത്ത പത്രപേരെ ചെറുകണ്ട മറവിൽ മറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടികൾ ഒരിക്കൽ കൂടി സമ്പൂർണ്ണമായി താഴ്ത്തുന്നു പ്രാർത്ഥിക്കുക. സ്തോത്രം. അടികൾക്കായി ജീവൻ വെടിഞ്ഞ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. ഒരു കാര്യം കൂടി ഓർപ്പിക്കുന്നു. പ്രിയ ഷാജി സാറ് നമ്മളൊപ്പം ഇരുന്നിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആ സഭയുടെ ആഭിമുഖ്യത്തില് ദിവാസന്മാരെ മാനിക്കുന്ന അല്ലെങ്കിൽ ആദരിക്കുന്ന ഒരു മഹനീയ ശുശ്രൂഷ നടക്കാൻ ഇടയായല്ലോ. അതിന്റെ ലിങ്കും മറ്റു കാര്യങ്ങളും വിശദീകരണമൊക്കെ നമ്മൾ കേട്ടല്ലോ. അടുത്ത ദിവസം നമുക്ക് ഒന്നുകൂടി ശനിയാഴ്ച കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ഉത്തരം കൂടി വിശദമായിട്ട് സാറ് പറയുന്നതായിരിക്കും. ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് അത് കേട്ടത്. ദേവദാസൻ കൂടെ നിൽക്കുന്ന ആളുകളെ പരിഗണിക്കാനും ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ തിരിച്ചറിയപ്പെടാതെ പോവുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. എന്നാൽ മറ്റു രാജ്യങ്ങളിൽ അത് ഏറ്റവും വലിയ മഹത്തരമായ ഒരു കാര്യമായിട്ട് അവർ പരിഗണിക്കുന്നു. ദേവദാസന്മാർ പ്രത്യേകിച്ച് അവരുടെ ശുശ്രൂഷകളെ പരിഗണിക്കുന്ന ശുശ്രൂഷ അല്ലെങ്കിൽ അംഗീകരിക്കുന്ന ശുശ്രൂഷ ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ എല്ലാ ഭാവങ്ങളും നേരാൻ ഇടയായി. പ്രാർത്ഥനകളും നേർന്നു. ദൈവം ധാരാളമായി ആ ശുശ്രൂഷകളെ മാനിച്ചു. ഇപ്പൊ പ്രധാനദാസൻ ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ആശീർവാദം പറഞ്ഞ് നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുന്നത്. ഇന്ന് വചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസൻ ഷാജൻ പാടക്കറുവിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളുടെ ഈ ചേഞ്ച് മനസ്സിലായല്ലോ. ചില ദേവദാസന്മാർക്ക് അസൗകര്യം മൂലമാണ് അദ്ദേഹം ഇന്ന് ക്ലാസ് നടത്തുവാൻ ഇടയായത്. പാസ്റ്റർ ലാലു എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉടനെ ഖത്തറിലെത്തും.
ഇതൊക്കെ ഇവിടുന്ന് സന്തോഷമായി മടങ്ങിപ്പോയി. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനും കാണിച്ച എല്ലാ സഹകരണങ്ങൾക്കും നന്ദി പറയുന്നു. നമ്മുടെ ബൈബിൾ കോളേജ് ഇത്രത്തോളം അനുഗ്രഹമായി കർത്താവ് നടത്തി തരുന്നുവല്ലോ. തുടർന്നും നമുക്ക് പരസ്പരം പ്രാർത്ഥനകൾ ഓർക്കുകയും സഹകരിക്കുകയും മറ്റുള്ളവരെ നമ്മുടെ ബൈബിൾ കോളേജിലേക്ക് ക്ഷണിക്കുകയും ചെയ്യാം. നമ്മുടെ ഒരു വലിയ വേൾഡ് വൈഡ് പ്രവർത്തനത്തിന് വേണ്ടി കർത്താവ് നമ്മളെ ഒരുക്കുകയാണ്. നിങ്ങളെല്ലാം നമ്മുടെ ഭാഗമായ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് വളരെ ഉത്സാഹത്തോടെ കർത്താവിന്റെ പ്രവൃത്തി തികയ്ക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആശീർവാദത്തോടെ കടന്നു പോകാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം കൂട്ടായ്മയും കാവലും നമ്മുടെ ഓരോരുത്തരുടെ കൂടെയും അതിന് പഠിപ്പിച്ച കർത്താവിന്റെ ദാസനോട് കൂടെയും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സകല ആവശ്യങ്ങളുടെ മേലും ഇന്ന് മുതൽ നീക്കും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തയേശുവിൽ ചെന്ന കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. God bless you. Thank you. Have a wonderful night. God be with you. Thank you. Thank you very much. Thank you. God bless you. Thank you.